നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, കീഴ്ത്തൃക്കോവിൽ തൃക്കേൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 4ാമത് ദശാവതാര ചാർത്തും അതിനോടൊപ്പമുള്ള 14ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന ഈ ഒരു പുണ്യം സപ്താഹ യജ്ഞത്തിൻ്റെ ആദ്യ ദിവസം മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ന് പ്രധാനമായും പാരായണം ചെയ്ത ഒരു അവതാരം എന്ന് പറയുന്നത് വരാഹാവതാരമാണ്. ഭഗവാന്റെ അവതാരങ്ങൾ 10 ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരകേസരി, വാമനൻ, ഭാർഗവൻ, രാഘവൻ, രാമകൃഷ്ണ ഗൽഭീവിതം, ഭുവനം രക്ഷ ചെയ്യുവാനായി കമലാവല്ലഭൻ പരൻ സദയം സ്വീകരിച്ചുള്ള ഒരു അവതാരങ്ങൾ 10 എന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് കാലങ്ങളിൽ പഠിച്ച ഭഗവാന്റെ ദശാവതാരങ്ങളിൽ 3ാമത്തെ അവതാരമാണ് വരാഹാവതാരമെങ്കിലും ഭാഗവതത്തിൽ പ്രധാനമായിട്ടും 1ാമതായിട്ടാണ് ദശാവതാരത്തിൽ വരാഹാവതാരത്തെ ഇവിടെ പറയുന്നത്. ഭാഗവതത്തിലൂടെ ഭാഗവതം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഭഗവാനെ സംബന്ധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ദേവീ ഭാഗവതമാകാം, ശിവപുരാണത്തിൻ്റെ ചൈതന്യമാകാം, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം എന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കഥകളടങ്ങുന്നതാകാം. ഏതായിരുന്നാലും ഭഗവാന്റെ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാകത്തക്ക വിധത്തിലൂടെ സാധാരണക്കാരിലേക്ക് ഭഗവാന്റെ ദർശനങ്ങൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഭഗവാൻ എന്തിനാണ് ആ തലങ്ങളിലേക്കായി മാറിയത്, ഈശ്വരനായി ഇരുന്ന ഭഗവാൻ എന്തിനാ സാധാരണ നിലയിലേക്കുള്ളൊരു ഭഗവാന്റെ ഒരു രീതിയിലേക്ക് എത്തി എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. ഭഗവാന്റെ ജീവിതത്തിലൂടെയാണ് നമുക്ക് ഏതൊക്കെ വിധത്തിലുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ നാം കാണേണ്ടി വരുന്നത്, കേൾക്കേണ്ടി വരുന്നത്, അറിയേണ്ടി വരുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഈ ഭാഗവതത്തിലൂടെ. ഭാഗവതം എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ്, അതൊരു വലിയ മെഡിസിൻ കൂടിയാണ് ഭാഗവതം. ആ ഭാഗവതത്തിൻ്റെ ഒരു മെഡിസിൻ, ഭാഗവതം എന്ന മെഡിസിൻ 7 ദിവസമായിട്ട് കൃത്യമായിട്ട് പഥ്യത്തോടു കൂടി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ മനസ്സിന് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. ആ ഭാഗവതം അതിന് ഒരുപാട് അനുഭവങ്ങളെ നമുക്ക് പറഞ്ഞു തരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം എന്ന് പറയുന്നത് പരീക്ഷത്തിൻ്റെ കഥയാണ്. പരീക്ഷത്തിൻ്റെ കഥയിലൂടെ, അതോടൊപ്പം തന്നെ ദുന്ദുകാരിയുടെ കഥയിലൂടെ ഭാഗവതത്തിൻ്റെ ഒരു ആധ്യാത്മികമായിരിക്കുന്ന വശങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ ആധുനിക യുഗത്തിൽ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഭാഗവതം ഒരു കൃത്യമായിരിക്കുന്ന രൂപരേഖ കൂടി തരികയാണ്. കാലത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതായിരിക്കുന്ന നമ്മളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്ന കർമ്മവാസനകൾക്കുള്ള ഗുണങ്ങൾക്കും എല്ലാം ദുരിതങ്ങൾക്കുമെല്ലാം കാരണം എങ്ങനെയാണ് ഉണ്ടാകുക എന്നും ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നാം എന്ത് ചെയ്യണമായിരുന്നു എന്നും, അല്ല ഇനിയും നമ്മൾ എന്ത് ചെയ്താൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഒരു രോഗം ഉണ്ടാകാതിരിക്കാനാണ് ആദ്യം നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് ആരോഗ്യ ഒരു മേഖല നമ്മളോട് പറഞ്ഞെങ്കിലും രോഗങ്ങൾ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നീട് ട്രീറ്റ്മെൻറ്റ് നടത്തിയെങ്കിലേ നമുക്ക് അസുഖം മാറുകയുള്ളൂ. അതിന് കൃത്യമായിരിക്കുന്ന മെഡിസിൻ ഉപയോഗിക്കണം. കൃത്യമായിരിക്കുന്ന രേഖയിലൂടെ നമുക്കതിൻ്റെ തലങ്ങളെ എങ്ങനെയൊക്കെ ഈ മരുന്നുകൾ ഉപയോഗിക്കണമെന്നൊക്കെ നമ്മളോട് പറഞ്ഞു തരുവാൻ അറിവും ബോധവും ഉള്ളവർ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ അങ്ങനെ അറിവും ബോധവുമുള്ള വ്യാസമഹർഷിയിൽ നിന്നും
ശ്രീശുഖനിൽ നിന്നുമൊക്കെ ഭാഗവതം എന്ന് പറയുന്ന ഒരു നല്ല മെഡിസിൻ നമ്മൾ ഉപയോഗിക്കാനായിട്ട് 7 ദിവസത്തിലൂടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഭാഗവതത്തിൽ പ്രധാനമായിട്ടും പൊതുവായിട്ട് ഒരുപാട് കഥകൾ ഭാഗവതത്തിൽ പറയപ്പെടുന്നുണ്ട്. ഈ കഥകളെല്ലാം നമ്മളോട് പറയുന്നുണ്ട്, ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്തിലെ കഥകളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ പോലും ഈ കഥകൾക്കകത്ത് ഒരു തത്വമുണ്ട്. ഈ തത്വത്തെ നമുക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ട്, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേണ്ട വിധേയനെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ അതിനൊരു മാധുര്യം ഉണ്ടാക്കാൻ, ആ ഒരു കഥകൾക്ക് ഒരു മാധുര്യം എന്ന് പറയുന്നത് അതിലെ തത്വങ്ങളാണ്. അപ്പോൾ ഈ തത്വങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയാൽ നമുക്ക് പലപ്പോഴും അത് ഉപയോഗയോഗ്യമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. പക്ഷേ അല്പം കഥകൾ കൂടിയിട്ടാണ് നമുക്ക് നൽകുന്നത് എങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ കുറെ കൂടി മെച്ചമാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗവതം പൊതുവായി പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് 7 ദിവസങ്ങൾ കൊണ്ട് നല്ലൊരു മനുഷ്യനായി നമുക്ക് മാറാൻ സാധിക്കും എന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മരുന്ന് കൃത്യമായിട്ട് 7 ദിവസങ്ങൾ നമ്മൾ കൃത്യമായി കഴിക്കുകയാണെങ്കിൽ നമ്മളൊരു നല്ല മനുഷ്യനായിട്ട് മാറും എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് മാറുക എന്ന് പറയുന്നത് കൊണ്ട് നാം അർത്ഥമാക്കപ്പെടുന്നത് സ്വഭാവ ഗുണത്തെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വഭാവ ഗുണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷകരമല്ലാത്ത വിധത്തിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഗുണവും ഉണ്ടാക്കുന്ന ആളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥരായിരിക്കുന്ന മനുഷ്യനായിട്ട് മാറുന്നത്. ഇത് ഭാഗവതം എന്ന് പറയുന്നത്, ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. നല്ല ഈ അന്തരീക്ഷത്തിൽ ഫാൻ ഉള്ളത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്ന് തൂങ്ങി ഇങ്ങനെ 2 കിലോ 3 കിലോ 4 കിലോ വരെ നമ്മൾ തൂക്കിയെടുത്തു. ആദ്യം ഒരു 1/2 കിലോയിൽ തുടങ്ങി തൂക്കി, അപ്പോൾ 1/2 കിലോ പോരാന്നായി. അല്പദൂരം സമയം കഴിഞ്ഞപ്പോൾ അത് 1 കിലോ വരെയായി. പിന്നെ അത് 2 കിലോ ആക്കി, 3 കിലോ ആക്കി, 5 കിലോ വരെ തൂക്കി അങ്ങ് തറയിലോട്ട് വീഴാൻ പോവാം. നമുക്കറിയാം, ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും നമുക്കാണെങ്കിലും ഉറക്കം വരും. നിങ്ങളോട് എൻ്റെ മുമ്പിൽ ഇരുന്ന് ഉറങ്ങുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൊണ്ട് ഇവിടുന്ന് സുഖകരമായിട്ട് ഉറങ്ങാം എന്നുള്ളതേ ഉള്ളൂ. ഈ നല്ല വിശന്നിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഈ കേൾക്കാൻ അത്ര സുഖമല്ലാത്ത കാര്യമാണ് ഭാഗവതത്തിൻ്റെ പല കാര്യങ്ങളും. കാരണം മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷുറൻസുകാർ നമ്മുടെ അടുക്ക വന്ന് പോളിസി എടുക്കുന്ന പോലാണ്. ഈ പോളിസി എടുത്തു കഴിഞ്ഞ് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടും, നിങ്ങളുടെ കൈ ഒടിയുവാണെങ്കിൽ ഇത്ര ലക്ഷം രൂപ കിട്ടും, കാലൊടിയുവാണെങ്കിൽ നേരെ ജീവിച്ചാൽ ഇത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇത് പറയുന്ന മുഴുവൻ നമ്മൾ നേരത്തെ മരിക്കുവാണെങ്കിൽ, നേരത്തെ മരിക്കുവാണെങ്കിൽ വീട്ടുകാർക്ക് കൂടുതൽ പൈസ കിട്ടും. പ്രായം കൂടി മരിക്കുന്നതനുസരിച്ച് പൈസ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം സ്വാഭാവികമായിട്ട് എന്തേ ആലോചിക്കത്തുള്ളൂ, നമുക്ക് കാശ് മതിയുള്ളൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരിക്കണമെന്ന് ആരും ചിന്തിക്കാറില്ല. പക്ഷെ കാശ് കൂടുതൽ കിട്ടിയാൽ നമുക്ക് നന്നായിരിക്കും എന്നുള്ളത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗവതത്തിൽ പറയുന്ന കഥകൾ ശരിയാണ്, നല്ല കഥകളാണ്, സന്തോഷകരമാണ്. പക്ഷേ ഇതിലെ തത്വങ്ങൾ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ദഹിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ഇതിലെ പോകുന്ന റൂട്ടിലുള്ള പലരെയും നമുക്ക് പരിചയമുള്ളവരാണ്. ഈ ഭാഗവതത്തിലെ പലരെയും നമുക്ക് നല്ല പരിചയമുള്ളതാണ്. കാരണം നമ്മളോടൊപ്പം ഒരുപാട് കാലം അവരുണ്ടായിരുന്നു, ഒരുപാട് സമയങ്ങളിൽ നമ്മളോടൊപ്പം അവരുണ്ടായിരുന്നു. നമ്മളിൽ പലരായി അവർ മാറിയിരുന്നു. പലപ്പോഴും അവർക്ക് പകരമായി നമ്മൾ ഓരോരുത്തരും നിൽക്കാറുമുണ്ട്. ഭാഗവതത്തിലെ ഒരുപറ്റം ആൾക്കാരെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാരണക്കാരായിട്ടുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു തത്വവും കൂടി ഇതിനകത്തിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ 7 ദിവസങ്ങൾ കൊണ്ട് ഭാഗവതം നമ്മളോട് പറയുന്നത് നമുക്കൊരു യാത്ര പോകാം. ഈ യാത്രയിലെ ഓരോ സ്റ്റോപ്പുകൾ കഴിയും തോറും നമ്മളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകണം. അല്ലെങ്കിൽ ഓരോ ജംഗ്ഷൻ കഴിയുമ്പോഴും നമുക്ക് ഓരോ പ്രൊമോഷനുകളാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഓരോ പ്രൊമോഷനുകൾ വരുന്ന സമയത്ത് ആദ്യം നമ്മളോട് പറഞ്ഞു തന്നു, വരാഹാവതാരം എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അത് നമ്മുടെ കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു പ്രൊമോഷൻ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. നമ്മളോട് പ്രധാനമായിട്ടും പറഞ്ഞത്, നമ്മൾ ഓരോ വ്യക്തികളിലും സംബന്ധിച്ചിടത്തോളം കൂടിക്കൊഴഞ്ഞു കിടക്കുന്ന ഒരുപാട് കർമ്മവാസനകളുണ്ട്. അത് നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാകാം, ദോഷങ്ങളാകാം. അങ്ങനെ
ഇതെല്ലാം കൂടി അങ്ങനെ കൂടിക്കുഴഞ്ഞ് അങ്ങ് അവിയൽ പരുവമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നിടത്ത് നിന്നും ഇതിനെ രണ്ടായിട്ടൊന്ന് പകുത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വളരെ ശ്രമകരമായിരിക്കുന്ന ഈ ഒരു കാര്യത്തെ ആദ്യം ഭഗവാൻ പറയുന്നത് അതിനായിട്ട് ഒരു അവതാരം എത്തുകയാണ്, വരാഹാവതാരം. അപ്പോൾ വരാഹാവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ അവതാരങ്ങളെല്ലാം ഇവിടെ അവതരിക്കുന്നു എങ്കിൽ പോലും നമ്മളുടെ മനസ്സിലൂടെ അവതരിക്കുന്നതായിട്ട് നമുക്ക് കാണണം. അതിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കണ്ടാൽ മാത്രം പോരാ, നമ്മൾ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉറങ്ങുന്നവരെ ഞാൻ എണ്ണിപ്പിച്ചു തീർത്തു. ഒരു തവണ പറഞ്ഞു, ഉറക്കം വരുന്നെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നിരിക്കാം. അല്ലാതെ യജ്ഞശാലയ്ക്കകത്തിരുന്ന് മുമ്പിൽ വന്നിരുന്ന് ഉറങ്ങാനാണെന്നുണ്ടെങ്കിൽ എഴുന്നേൽപ്പിച്ച് നിർത്തും. അതിനകത്തിലൊന്നും യാതൊരു മടിയൊന്നുമില്ല. നമ്മൾ വന്നിരുന്ന് ഉറക്കം കാണാൻ ഇരുന്നതല്ല ഇവിടെ. ഉറങ്ങണമെന്നുള്ളവർക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, അല്ലാത്തവർക്ക് പോയി മുഖം കഴുകിയിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ വന്നിരിക്കാം. അതാരായിരുന്നാലും ശരി. ചിലപ്പോൾ രാത്രിയിലൊക്കെ ഇരുന്ന് ഉറങ്ങാതൊക്കെ ഇരിക്കുന്നതിൻ്റെയൊക്കെ ആവാം. പക്ഷേ എന്നായിരുന്നാലും നമ്മളത് പറഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്കൊരു വിഷമമാണ്. ഇത്രയും പറഞ്ഞെങ്കിലേ നമുക്കതൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. കാരണം കുറേ നേരം നിങ്ങളിരുന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ നമുക്കും തോന്നുന്നു ഇത് ഉറക്കം നമുക്കും വരുന്നുണ്ട്. അത് യജ്ഞശാലയ്ക്കകത്ത് വന്നിരുന്ന് ഉറങ്ങുന്ന അത്ര മിടുക്കായിട്ടൊന്നും നമ്മൾ കാണത്തുമില്ല, ഉൾക്കൊള്ളത്തുമില്ല, അംഗീകരിക്കത്തുമില്ല. അത് ആരായിരുന്നാലും ശരി. ഉറങ്ങണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ പോയി മുഖമൊക്കെ കഴുകിയിട്ട് സ്വസ്ഥമായിട്ട് വന്നിരിക്കാം. അതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് നമുക്ക് എഴുതിയിരിക്കാൻ പാടാണ്, നമുക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു, നമുക്ക് ഉറക്കത്തെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്ക് സ്വസ്ഥമായിട്ട് പോയി ഇതുകൊണ്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, അവിടെ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. ഉണ്ണാറാകുമ്പോൾ വന്ന് വിളിച്ചുണർത്തും, നമ്മൾ ഇരുന്നുണ്ടു. ബാക്കി ഊണ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് ബാക്കിയും കൂടെ ഉറങ്ങാം. ഇപ്പോഴത്തെ ചൂടത്ത് ഫാനോടൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നല്ല സുഖമാണ് എന്ന് ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ സാമാന്യമായ വിധത്തിൽ പറഞ്ഞു. അപ്പം അങ്ങനെ ഒന്നാമത്തെ വരാഹാവതാരം നടക്കുന്ന സമയത്ത് വരാഹാവതാരത്തിൻ്റെ ഒരു സാങ്കല്പികമായിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന അവസ്ഥകൾ. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് 2 ഭാഗങ്ങളാണുള്ളത്. ഇടയെന്നും പിങ്കളയെന്നും പറയുന്ന 2 അവസ്ഥാഭാഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ദൈവികമായിരിക്കുന്ന അവസ്ഥകളും ആസുരികമായിരിക്കുന്ന അവസ്ഥകളെന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ദൈവികമായിട്ടും ആസുരികമായിരിക്കുന്ന അവസ്ഥകളിൽ ഏതാണ് നമുക്ക് കൂടുതൽ എന്നുള്ളതാണ് പ്രശ്നം. സൽക്കർമ്മങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയിരുന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് എന്താണ്? ആസുരികമായ സ്വഭാവം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറങ്ങണമെന്ന് തോന്നുന്നു. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഒരു നല്ല സിനിമയായിരുന്നു. ഇപ്പം മധുരരാജയാണ് ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ നമ്മളിരുന്ന് കണ്ടുകൊണ്ടിരുന്നതിന് ഒരു ഉറക്കവും ഇല്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നു നടന്നിരുന്നതെങ്കിൽ നല്ല വൃത്തിയായിട്ടിരുന്ന് ഉറങ്ങാതിരുന്ന ഒരു ഈർക്കിലൊക്കെ ഇട്ട് വളച്ച് വെച്ചാണെങ്കിലും നമ്മൾ ഇരുന്നേനെ. അപ്പം അതുകൊണ്ട് നമ്മളിലുള്ള 2 വിധത്തിലുള്ള അവസ്ഥകൾ, ദൈവികമായതും ആസുരികമായിരിക്കുന്നതുമായ കാര്യങ്ങൾ. അപ്പോൾ ആസുരികമായിരിക്കുന്ന അവസ്ഥകളാണ് നമ്മുടെ ഉള്ളിൽ കൂടുതലുള്ളത് എങ്കിൽ നമ്മളിൽ ദൈവികമായിരിക്കുന്ന സ്വാത്വിക കർമ്മങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഒരു വൈമുഖ്യം കാണിക്കപ്പെടും. അതല്ല, ദൈവികതയാണ് ഉള്ളത് എങ്കിൽ ദൂരെ ഇരുന്നാൽ പോലും സൽക്കർമ്മങ്ങൾ നടക്കുന്നിടത്തേക്ക് നമ്മൾ അറിയാതെയാണെങ്കിലും നമ്മൾ എത്തപ്പെടുമെന്നാണ്. അപ്പോൾ നമ്മളിലുള്ള ദൈവികതയെയും ആസുരികതയെയും നമ്മൾ പരസ്പരം ഒന്നിച്ചു കൂടിക്കിടക്കുന്നതിനെ 2ആക്കി മാറ്റുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിരിക്കുന്ന ഫലങ്ങളാണ്, ശ്രമകരമായിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞത് ആദ്യം വരാഹാവതാരത്തെ സ്വീകരിക്കാൻ. കാരണം വരാഹം എന്ന് പറയുന്ന ഒരു അവതാരം, അല്ലെങ്കിൽ വരാഹം എന്ന് പറയുന്ന ഒരു മൃഗത്തിൻ്റെ പ്രത്യേകത ഘ്രാണബലത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതും ഘ്രാണബലത്തിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളതുമായിരിക്കുന്ന മൃഗമാണ്. അപ്പോൾ നമ്മളിലുള്ള ദൈവികമായിരിക്കുന്ന ഗുണങ്ങളെ നമ്മൾ കണ്ടെത്തുകയും ദൈവികമല്ലാതെയുള്ള ആസുരികമായിരിക്കുന്ന അവസ്ഥകളെ മാറ്റപ്പെടുകയും ചെയ്യുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ 2ആക്കി എടുക്കാൻ, പകുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് അവതരിക്കാനായിട്ട് എത്തുകയാണ്.
അതിന് ഇവിടെ ഒരു അവതാരത്തെ നമ്മളോട് കാണിക്കുകയാണ്. കാരണം അതിന് ചില കഥകൾ നമ്മളോട് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടാണ് ഹിരണ്യാക്ഷന്റെ കഥ പറയുന്നത്. അപ്പോൾ ഹിരണ്യാക്ഷന്റെ കഥയിലൂടെ നമ്മൾ ചിന്തിക്കുന്നത് കശ്യപന്റെയും ദിതിയുടെയും ജീവിതത്തിൽ അവർക്കുണ്ടായ 2 മക്കൾ, ഇത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. ത്രിസന്ധ്യാ സമയത്ത് മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം, ഇപ്പം ഒരു കുടുംബ ബന്ധത്തെ പറ്റി ചിന്തിക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പരവശയായിട്ട് ദിതിക്ക് ചെല്ലാൻ തോന്നിയ സങ്കല്പം, അതിൻ്റെ പരിണിത ഫലമാണ് ഈ 2 മക്കൾ എന്നുള്ളതാണ്. അതിന് കാരണമുണ്ട് എന്നുള്ളതാണ്. കാര്യവിചാരാത് കാരണാഭാവാത് എന്നൊരു നിയമമാണ്. ഒരു കാര്യം ഉണ്ടാകാൻ അതിനൊരു കാരണം വേണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ ഒരു കാരണമായിട്ട് നിൽക്കുന്നത് വൈകുണ്ഠത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സംഭവ വികാസങ്ങളാണ്. അവിടുത്തെ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം ഒരു സ്ഥാനത്ത് നിന്ന് കഴിയുമ്പോൾ തോന്നും ഞാനാണ് അല്പം കേമനം. അപ്പോൾ നമുക്ക് സ്വയം തോന്നുന്നതാണ് നമ്മളൊരല്പം കേമനാണ് അല്ലെങ്കിൽ മിടുക്കനാണ് എന്ന് സ്വയം തോന്നുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നൊരു പേരാണ് അഹങ്കാരമെന്നോ അല്ലെങ്കിൽ അഹംഭാവമെന്നോ. അഹങ്കാരം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ വലിയവനാണ് എന്ന് ചിന്തിക്കുന്നത് അഹംഭാവം എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ അഹങ്കാരവും അഹംഭാവവും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളുടെ അടുക്കലേക്ക് വരുന്ന നല്ല ജനങ്ങളെ പോലും മോശമായ വിധത്തിൽ കാണുവാനും അവരോട് പ്രതികരിക്കുവാനും ഒക്കെ നമുക്ക് പലപ്പോഴും തോന്നും. അങ്ങനെ വൈകുണ്ഠത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വർഷങ്ങളായിട്ട് ഭഗവാന്റെ കാവൽക്കാരായി നിന്നിരുന്ന 2 പേരുണ്ടായിരുന്നു. ജയവിജയന്മാരെന്ന് പറയുന്ന 2 പേർക്ക് ഭഗവാന്റെ കാവൽക്കാരായി കുറേ നാൾ നിന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഭഗവാൻ മഹാവിഷ്ണുവിനേക്കാൾ വലിയവരാണ് ഇവരെന്ന് തോന്നി. അപ്പോൾ അവങ്ങനെ തോന്നിയ സമയത്ത് അവിടെ എത്തിയ സനകാദികളായിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ സനകാദികൾ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സനകനും സനന്ദനും സനാതനും സനൽകുമാരൻ തുടങ്ങിയ 4 പേര് സനകാദികൾ എന്ന് പറയുന്ന ആ 4 പേരും കൂടി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വാതുക്കൽ നിന്ന കാവല് നിന്നിരുന്ന ജയവിജയന്മാർക്ക് തോന്നി ഇവരെയൊന്നും കയറ്റിവിടേണ്ട കാര്യമില്ല, ഞങ്ങളുടെ അനുവാദം കൃത്യമായിട്ട് മേടിച്ചിട്ട് മതി ഇവരെ കയറ്റിവിടുന്നത് എന്ന് പറഞ്ഞ് ഇവരെ തടഞ്ഞപ്പോൾ അവർ കൊടുത്തൊരു ശാപമാണ്, പല സമയത്തും ആസുരിക സ്വഭാവത്തോടു കൂടി പെരുമാറിയത് കൊണ്ട് നിങ്ങൾ അസുരന്മാരായി പോകട്ടെ. അങ്ങനെ അവർ 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതിനൊരു കാരണമായിട്ട് വരുന്ന സമയമാണ് ഇപ്പുറത്ത് ദിതിയുടെ മനസ്സിൽ തോന്നിയ കാമത്തിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ, എന്താ ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, വിധി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ വിധി നമ്മളുടെ ജീവിതത്തിൽ അത് കൃത്യമായിട്ട് എഴുതപ്പെട്ടതാണ്. ഇത് സംഭവിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. അത് ലോകത്തിൻ്റെ നിയമമാണ്. ആ ലോകത്തിൻ്റെ നിയമത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായി സംഭവിക്കേണ്ടത് ലോകത്തിൻ്റെ ഒരു ചലനത്തിന് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് അതിന് കാരണക്കാരായിരിക്കുന്നവരായിട്ട് പലരും മാറ്റപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ മാറ്റപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് അതിന് പ്രാധാന്യം ഉണ്ടാകും, അതിന് കാരണക്കാരാകുകയും ചെയ്യും. ഇവിടെയും ദിതി തൻ്റെ ഭർത്താവായിരിക്കുന്ന കശ്യപ പ്രജാപതിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പൂജാതി കർമ്മങ്ങൾ സന്ധ്യാസമയത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഒരു കുഞ്ഞിനെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ പറയും അത് ചിന്തിക്കേണ്ടതായിരിക്കുന്ന സമയമല്ല ഈ ത്രിസന്ധ്യാ സമയം, അതുകൊണ്ട് നിന്റെ മനസ്സിനെ നീ നല്ല നിലയ്ക്ക് നിർത്തൂ, അല്ലെങ്കിൽ നിന്റെ മനസ്സിനെ നീ നന്നായിട്ട് ഒന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകൂ എന്ന് പറയുമ്പോൾ ദിതിയെ സംബന്ധിച്ചിടത്തോളം അന്നേരം സാധിക്കില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു തീരുമാനം എടുത്താൽ അവർക്ക് അതിനകത്തിൽ മാറ്റമില്ല. ഇനി എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞാലും അവരൊരു കാര്യം തീരുമാനിച്ചോ അതിനകത്തിൽ യാതൊരു മാറ്റവുമില്ല. അതെങ്ങനെയും നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇവിടെ ദിതിയും കാണിച്ചത് കൊണ്ട് ദിതിയുടെ ആ ആഗ്രഹപ്രകാരം തന്നെ കാര്യങ്ങൾ അവിടെ സംഭവിക്കപ്പെട്ടു. അതിലുണ്ടായ 2 മക്കളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും. ഇപ്പൊ ത്രിസന്ധ്യാവേളയിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് ഒരു താല്പര്യമില്ലാതെയുണ്ടായ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഈ കുട്ടികൾ 2 പേരുടെയും സ്വഭാവങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ
നാശമാകുന്ന വിധത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ സമൂഹത്തിലേക്ക് നമ്മളൊരു വ്യക്തിയായിട്ട് മാറ്റപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതം സമൂഹത്തിന് എത്ര കണ്ട് ഗുണകരമായിട്ടുണ്ട് എന്ന് ഒരു ആത്മപരിശോധന നമുക്ക് നടത്തേണ്ടവരാണ്. അപ്പോൾ കാരണം അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആസുരിക സ്വഭാവമാണോ നമ്മളിൽ കൂടുതലുള്ളത്, ദൈവികമായിരിക്കുന്ന സ്വഭാവമാണോ നമുക്ക് കൂടുതലുള്ളത് എന്ന് നമുക്ക് അന്നേരം അത് മനസ്സിലാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്യപ്പെടേണ്ടതായിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ആ പുക കൂടുതലായോണ്ടാ അതിനകത്തോട്ടെ ആ ഫാൻ അല്ലെങ്കിൽ അവിടെ പുറത്തോട്ട് മാറ്റി വെക്കണം. ആ പുക വന്നിട്ട് അടിച്ചിട്ട് അവർക്കെല്ലാം മാറും. അതല്ലെങ്കിൽ എന്തെങ്കിലും പോയി അത് മാറ്റി വെക്കണം. ദൈവികമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ചിന്തിക്കപ്പെടാനായിട്ട്, മാനസികമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നതിനായിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു എന്ന് പറയുന്ന രണ്ട് ആസുരിക സങ്കല്പങ്ങൾ അവിടെ ഭൂമിയിലേക്ക് വന്നു പറക്കുകയാണ്. ജയവിജയന്മാർക്ക് കിട്ടിയ ശാപം നിമിത്തം അവരാദ്യം എടുത്ത അവതാരങ്ങളാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അപ്പോൾ അവരും ജീവിതത്തിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ മുതൽ ഏതവസ്ഥയിലാണോ അമ്മയുടെയും അച്ഛൻ്റെയും മാനസികാവസ്ഥ, തൻ്റെ സന്താന സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ ഏത് വിധത്തിലാണോ ആ വിധത്തിലായിരിക്കും സന്താനങ്ങളുടെ സ്വഭാവങ്ങൾ, ഗുണങ്ങൾ എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട്. പ്രഹ്ലാദൻ്റെ കഥ പറയുന്നുണ്ട്. പ്രഹ്ലാദൻ്റെയും ഈ സങ്കല്പത്തിൽ തന്നെ കൃത്യമായിട്ട്, അതായത് ഒരു സന്താന സംബന്ധമായിരിക്കുന്ന ഒരു ആഗ്രഹം വരുന്ന സമയം മുതൽ ഒരു കുഞ്ഞിൻ്റെ സ്വഭാവ രൂപീകരണം ആരംഭിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ എങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക്, അല്ലെങ്കിൽ എങ്ങനെയുള്ള തലമുറയാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെയുള്ളവരായിട്ട് നമ്മൾ ആദ്യം മാറണമെന്നാണ്. നമ്മൾ അങ്ങനെയുള്ളവരായിട്ട് നമ്മൾ ആദ്യം മാറി പിന്നീട് ആ ചിന്താധാരകൾക്ക് കുറെ കൂടി ബലമുണ്ടായി ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൂടി നമുക്ക് വരുമ്പോഴേ നമുക്കുണ്ടാകുന്ന സന്താനങ്ങൾ ഉത്തമ സ്വഭാവത്തിലുള്ളവരായിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മളോട് കൃത്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ഇതെല്ലാം നമുക്ക് നൽകുന്ന ഒരുപാട് നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ആ നിർദ്ദേശങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അറിഞ്ഞ് സ്വീകരിക്കപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു എന്ന് പറയുന്ന രണ്ട് അസുരന്മാരായിട്ട് രണ്ടുപേര് വന്നത് ദിതിയുടെയും കശിവന്റെയും മകനായി വന്ന് പിറക്കുന്നതിൻ്റെയും കാരണം ഉത്തമമല്ലാത്ത സമയത്തുണ്ടായിരിക്കുന്ന സന്താനങ്ങളായതുകൊണ്ട് സ്വഭാവത്തിലുണ്ടായിരിക്കുന്ന വ്യതിയാനങ്ങൾ, വ്യതിചലനങ്ങൾ, ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് തന്നെ അവരുടെ ജീവിതകാലം മുഴുവൻ എപ്പോഴും ഈ ആസുരികത എപ്പോഴും ബലമായി നിൽക്കുമെന്നാണ്. അപ്പോൾ ഇനി എത്രയാണെന്ന് പറഞ്ഞാലും നമുക്ക് അവരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവരുടെ ഒരു അവസ്ഥ മാറപ്പെടുന്നത് ദൈവികമായിരിക്കുന്ന ഗുണങ്ങൾ കൊണ്ട് അത് കൃത്യമായിട്ട് ഇല്ലാതാക്കുന്നതോട് കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അതിനൊരു കാരണത്തെ ചിന്തിക്കപ്പെടുന്ന ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ അത് ചിന്തിക്കപ്പെടുമ്പോഴാണ് ഹിരണ്യാക്ഷന്റെ മനസ്സിൽ വീണ്ടും ചിന്ത വന്നത്, ഭൂമിദേവിയെ തട്ടിക്കൊണ്ടു പോകണമെന്ന് വിചാരിച്ച് ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയി. ആ ഭൂമിദേവിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ആ ഭൂമിദേവിയെ തിരികെ തൽസ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചതെന്ന് കഥ പറയും. ഇവിടെ നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ മാനസികമായ അവസ്ഥയിൽ സ്വസ്ഥമല്ലാതെയുള്ള ഒരു സ്വഭാവം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സ് വളരെ മോശമായിരിക്കും. നമ്മൾ പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതുമെല്ലാം വളരെ മോശമായ വിധത്തിലായിരിക്കും. അത് കൃത്യമായിട്ട് ഒന്നുകിൽ നമ്മളൊരു നീച സ്വഭാവത്തിലേക്ക് ആകും. നമ്മളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം വളരെ മോശമായ അവസ്ഥയിലാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യം കണ്ടുവരുന്നതാണ്, കേട്ടുവരുന്നതാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നതാണ്. കാരണം ചില സമയത്ത് നമ്മൾ തന്നെ പറയും, ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ ശരിക്കങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. അപ്പം അങ്ങനെ ഒരു സ്വഭാവത്തിൽ നമുക്ക് തന്നെ നമ്മളെ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത വിധത്തിൽ നമ്മളുടെ സ്വഭാവങ്ങൾ മാറുന്നു എങ്കിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചോണം, നമ്മളുടെ ഉള്ളിലുള്ള ആസുരികത വളർന്നു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആസുരികത വളർന്നു വരുമ്പോൾ ഈ ആസുരികതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള
പരിശ്രമങ്ങൾക്കുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ദൈവീകമായിരിക്കുന്ന ചിന്തകളിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ പോകുന്നതാണെങ്കിലോ, അല്ലെങ്കിൽ ദൈവീകമായിരിക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതോ, അല്ലെങ്കിൽ ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളോട് ഉൾക്കൊള്ളുന്നതോ ഒക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേവിയെ തിരികെ കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് വരാഹമൂർത്തിയായിട്ട്, യജ്ഞവരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച് ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊന്ന് തൽസ്ഥാനത്ത് കൊണ്ടുവന്നിരുത്തിയതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥമായ അവസ്ഥയിലേക്ക് നമുക്ക് നമ്മളുടെ മനസ്സിനെ ഗുണകരമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണമെന്നാണ്. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഹിരണ്യാക്ഷൻ്റെ അല്ലെങ്കിൽ വരാഹമൂർത്തിയുടെ അവതാരം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന കാര്യം, നമ്മളിൽ ആസുരികമായിരിക്കുന്ന സ്വഭാവങ്ങളാണ് നമുക്ക് നമ്മുടെ മനസ്സിൽ കൂടുന്നത് എങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ വരുന്നത് എങ്കിൽ, നമ്മളുടെ സ്വഭാവങ്ങളെല്ലാം സമൂഹത്തിന് തന്നെ ദോഷമായ അവസ്ഥയിലേക്ക്, അതാദ്യം അനുഭവിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണ്. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ളവർക്ക് അത് അനുഭവപ്പെട്ടു തുടങ്ങും. കാരണം നിത്യവും നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത് വീട്ടിലുള്ളവരായതുകൊണ്ട് ചെറിയ മാറ്റങ്ങൾ പോലും വീട്ടിലുള്ളവർക്ക് അത് പിടികിട്ടും. പക്ഷെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴേ, അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, പഴയതുപോലൊന്നുമല്ല, ആളിന് ചെറിയ ചെറിയ വ്യത്യാസം, കുറച്ച് നാളായിട്ട് ചെറിയ സ്വഭാവ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് സമൂഹത്തിലുള്ളവർ പറയും. വീട്ടിലുള്ളവർ പറയുമ്പോൾ 2-3 ദിവസമായിട്ട് നിനക്ക് മാറ്റങ്ങളാണല്ലോ നിൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവ മാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ട് എങ്കിൽ നമ്മൾ അറിയണം, നമ്മളിൽ ഒരു പരിവർത്തനം നടക്കാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ. അതിൻ്റെ പ്രത്യേകതയായിട്ടാണ് ഇവിടെ വരാഹത്തെ നമ്മളുടെ മനസ്സിലേക്ക് അവതരിക്കാൻ പറഞ്ഞു. ഇത് 7 ദിവസമുള്ള ഒരു കോഴ്സാണ്. ഈ 7 ദിവസമുള്ള ഒരു കോഴ്സിനകത്ത് ആദ്യത്തെ ഒരു ദിവസം നമ്മളോട് പറയുന്നത്, ആദ്യം നമ്മളുടെ മനസ്സിനെ ഒന്ന് വിശകലനം ചെയ്യണം. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് സ്കാൻ ചെയ്ത് പോകണം. എവിടെയെങ്കിലും കുറവുകളുണ്ടോ എന്ന് നമ്മളൊന്ന് ആദ്യം ചിന്തിക്കണം. ഒന്ന് പരസ്പരം എല്ലാവരും ഒന്ന് അവനവൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കണം. നമ്മൾ നല്ലവരാണോ, നമ്മൾ മോശമാണോ? നമ്മളെപ്പോഴും നല്ലവരായിട്ടാണ് നമ്മുടെ ചിന്ത, നമ്മളെപ്പോഴും നല്ലവരായിരിക്കണം എന്നുള്ളതുമാണ് നമ്മുടെ ആഗ്രഹവും. പക്ഷേ നമ്മളുടെ പ്രവർത്തികളും ചിന്തകളും, നമ്മൾ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഒക്കെ മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ പലപ്പോഴും നമുക്കത് അംഗീകരിക്കാൻ പ്രയാസമാണ്. കാരണം എൻ്റെ ശരികളാണ് എൻ്റെ പ്രവർത്തികൾ, എൻ്റെ പ്രവർത്തികളാണ് യഥാർത്ഥമായിരിക്കുന്ന ശരികളെന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരു കാര്യം ചെയ്യുമ്പോഴും, നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോഴും, ഒരു കാര്യത്തിൻ്റെ പുറകെ പോകുമ്പോഴൊക്കെ അതാണ് യഥാർത്ഥമായിരിക്കുന്ന ശരി, അതാണ് യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ എന്ന് നമ്മൾ പലപ്പോഴും തീരുമാനിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുകയല്ല, തീരുമാനിക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതാത് വിധത്തിലൂടെ സ്വയം നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനാണ് ഉദ്ധരിക്കപ്പെടേണ്ടത്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ, കാരണം ജീവിതത്തിൽ നമ്മളെ നന്നായിട്ട് അറിയാവുന്നത് നമുക്കല്ലാതെ ലോകത്ത് ഒരാൾക്കും നമ്മളെ അറിയത്തില്ല. നമ്മുടെ അമ്മയ്ക്കോ നമ്മുടെ അച്ഛനോ നമ്മുടെ മക്കൾക്കോ ഒന്നും നമ്മളെ അറിയില്ല. നമ്മളൊട്ടത് സമ്മതിക്കത്തുമില്ല. സത്യമാണ് പറഞ്ഞാൽ പോലും നമ്മൾ പലപ്പോഴും നമ്മളത് സമ്മതിക്കത്തില്ല. നല്ല പോലെ ഇരുന്ന് ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഉറങ്ങുമായിരുന്നു ചോദിച്ചാൽ പറയും, ഞാൻ ഉറങ്ങുമൊന്നുമല്ല, ഞാൻ ചുമ്മാതെ കണ്ണടച്ച് വെറുതെ അവിടോട്ടിരുന്ന് ആലോചിച്ചതാണ് പറയും. എന്നാലും നമ്മൾ ഉറങ്ങുമായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം എന്താണ്, നമ്മളത് ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്ന മനസ്സാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എന്തിനേയും ഉൾക്കൊള്ളുവാൻ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ആണ് നമ്മൾ ഒരുപാട് പരിശ്രമങ്ങൾ നമ്മൾ നടത്തുന്നത് ജീവിതത്തിൽ. പക്ഷേ ഈ പരിശ്രമങ്ങളൊന്നും നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്കങ്ങോട്ട് എത്തിക്കാൻ പറ്റാത്തത്, ഒരു പാത്രം നിറയെ വെള്ളം എടുത്തുകൊണ്ട് കുടിക്കാനായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിലൊരു ഓട്ടയുണ്ടെങ്കിൽ ഈ അങ്ങ് ചെല്ലുമ്പോഴേക്കും ഈ വെള്ളം തീരും.
വീണ്ടും നമ്മൾ വന്നിരുന്ന് ഇവിടെ വന്ന് പാത്രത്തിൽ വീണ്ടും വെള്ളം എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് വിചാരിച്ച് നമ്മൾ അതിന് തയ്യാറെടുപ്പ് തുടങ്ങുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നമ്മളെ മാറ്റും. അങ്ങനെ വേണ്ടവോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ദക്ഷിണ കൊടുക്കാൻ വെറ്റയില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദക്ഷിണ കൊടുക്കാൻ വെറ്റയില്ലെങ്കിൽ ഒരു തുളസിയിലയായാലും മതി എന്ന് നമ്മൾ ചിന്തിക്കും. ദക്ഷിണ കൊടുക്കേണ്ടത് വെറ്റിലയിലാണ് എന്ന്, വെറ്റിലയും പാക്കും വെച്ചാണ് ദക്ഷിണ കൊടുക്കേണ്ടത് എന്നൊരു നിയമം നമുക്കുണ്ട്. പക്ഷേ അതല്ല, വെറ്റിലയില്ലെങ്കിൽ സാരമില്ല, ഒരു തുളസിയില മതി. അതും കിട്ടിയില്ലെങ്കിൽ പറയും ഒരു ആലില എടുത്തുകൊണ്ട് വരാൻ പറയും. അതും ഒത്തില്ല പറയും ഒരു വാഴയില എടുത്തുകൊണ്ട് വരാൻ പറയും. കാലം കഴിയുമ്പോൾ, കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഓലക്കാലിനകത്ത് വരെ നമ്മൾ കൊടുക്കും. കാരണം നമുക്കാവശ്യം കാര്യം നടക്കുക എന്നുള്ളതാണ്. എങ്ങനെ നടന്നു എന്ന് നമ്മളുടെ വിഷയമല്ല, എങ്ങനെയാണെങ്കിലും നടത്താം. നമ്മൾ അന്നേരം പല കാരണങ്ങളും കാര്യങ്ങളും പറയും. ഒരു തുളസിയില എന്ന് പറയുന്നത് നല്ലൊരു പൂവാണ്, തുളസി നല്ലതാണ്, ആലില ഭഗവാന്റേതാണ്, ഇതൊക്കെ നമ്മൾ ന്യായീകരിക്കും. കാരണം ഒരു വിളക്ക്, പണ്ടൊരാൾ വിളക്ക് കത്തിക്കാൻ പോയ കഥ പോലെയാണ്. അപ്പോൾ വിളക്ക് എത്ര തിരിയിട്ടാണ് കത്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ 10 വീടുകളിൽ ഒരാൾ കയറി. അപ്പോൾ 10 വീടുകളിൽ കയറിയപ്പോൾ 10 വീട്ടിലും 10 വിധത്തിലാണ് വിളക്ക് കത്തിച്ചത്. അപ്പോൾ ഈ 10 പേരോട് ചോദിച്ചപ്പോഴും 10 ന്യായങ്ങളുമാണ് അവർ പറഞ്ഞത്. ഒന്നാമത്തെ വീട്ടിൽ കയറിയപ്പോൾ ഒരു തിരി കത്തിച്ച്. ഇതെന്താ ഇവിടെ ഒരു തിരി കത്തിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഏകബ്രഹ്മം പരബ്രഹ്മം, ലോകം എന്ന് പറയുന്നത് പരബ്രഹ്മ സ്വരൂപനാണ്. അപ്പോൾ അവിടെ ഈശ്വരൻ എന്നോ ഈശ്വരി എന്നോ എന്നൊന്നുമില്ല, അദ്വൈത സിദ്ധാന്തമാണ്. രണ്ടില്ല, ഒന്നാണ്. ഏകമേവം അദ്വിതീയ സദ്ബ്രഹ്മ. പിന്നെ വേദങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ ഒത്തിരി തിരി കത്തിക്കുന്നത്? ഒരു തിരി കത്തിച്ചാൽ പോരെ. തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു തിരി കത്തിച്ചത് കണ്ടിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയി. അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ട് അവിടെ 2 തിരി കത്തിച്ചത്. അപ്പോൾ നമ്മൾ ചോദിച്ചു അതെന്താ 2 തിരി കത്തിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്തിനും 2 ഭാവങ്ങളുണ്ട്. സത്യമെന്നും അസത്യമെന്നും പറയുന്നൊരു ഭാഗങ്ങളുണ്ട്. സത്യം വരുന്നത് അസത്യമുള്ളിടത്ത് നിന്നേ സത്യത്തിന് വിലയുള്ളൂ. ഇരുട്ടുള്ളിടത്തെ വെളിച്ചത്തിന് വിലയുള്ളൂ. അനീതിയുള്ളിടത്തെ നീതിക്ക് വിലയുള്ളൂ. ദാരിദ്ര്യമുള്ളിടത്തെ സമൃദ്ധിക്ക് വിലയുള്ളൂ. പുരുഷനുള്ളിടത്തെ സ്ത്രീയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് രണ്ടും ഒന്നല്ല, രണ്ടും 2 തന്നെയാണ്. അവസ്ഥകളിൽ രണ്ടും 2 തന്നെയാണ് എന്ന് ഞാൻ ഈ സങ്കല്പത്തിലാണ് വിളക്ക് കത്തിക്കുന്നത്. നമുക്ക് ആളിനെ തെറ്റ് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അത് കഴിഞ്ഞ് 3ാമത്തെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവിടെ 3 തിരി കത്തിച്ചേക്കും. ഇതെന്താ ഇവിടെ 3 തിരി കത്തിച്ചേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാം പരബ്രഹ്മമാണ്. എങ്കിൽ പോലും ഈശ്വരൻ എന്ന് പറയുന്നത് സർവ്വ ഈശ്വരന്മാർക്കും ഈശ്വരന്മാരെന്ന് പറയുന്നത് ത്രിമൂർത്തികളാണ്. ബ്രഹ്മാവുണ്ട്, വിഷ്ണുവുണ്ട്, മഹേശ്വരനുണ്ട്. അപ്പോൾ ഇവരെ സങ്കല്പിച്ചാണ് ഞാൻ വിളക്ക് കൊളുത്തുന്നത്. കാരണം രാമായണം പോലും നമ്മളോട് പറയുന്നുണ്ട്, അവസ്ഥാ പൂജിതേ രാമ ശരീരം നത് പൂജിതേ. നിന്റെ മനസ്സിൻ്റെ അവസ്ഥയ്ക്കാണ് പ്രാധാന്യം, ചെയ്യുന്ന കർമ്മത്തിനല്ല എന്ന് പറയുന്നു. ശരി. അപ്പോൾ 3 തിരി കത്തിച്ചത് ശരിയോ തെറ്റോ? ശരി. അപ്പോൾ 4 തിരി അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ 4 തിരി കത്തിച്ചേക്കുന്നു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പുറത്തെ വീട്ടുകാർക്ക് ബ്രഹ്മ വിഷ്ണു മഹേശ്വരനൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കിഷ്ടം മഹാവിഷ്ണുവിനെയാണ്. കാരണം കീഴ്തൃക്കേൽ അമ്പലത്തിൽ സ്ഥിരമായി പോകുന്ന ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവിടുത്തെ ഭഗവാന് 4 കൈകളുണ്ട്. 4 കൈകളിൽ ശംഖ് ചക്ര കഥാപത്മധാരിയ. ഞാൻ എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന അവിടുത്തെ ഭഗവാനെ സങ്കല്പിച്ച ഭഗവാന്റെ 4 കൈകളായിട്ടാണ് 4 ദീപങ്ങൾ കത്തിക്കുന്നത്. ആ നിലവിളക്കെന്ന് പറയുന്നത് ഭഗവാൻ. തെറ്റ് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ 5 തിരിയോ? അപ്പോൾ അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ 5 തിരി കത്തിച്ച് വെച്ചേക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ലോകത്തിൽ സത്യം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാണ്. ജലമുണ്ട്, അഗ്നിയുണ്ട്, വായുവുണ്ട്, ആകാശമുണ്ട്, പൃഥ്വിയുണ്ട് തുടങ്ങിയ ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. വേദങ്ങളും പറയുന്നത് പഞ്ചഭൂതങ്ങളാണ് യഥാർത്ഥമായിരിക്കുന്ന ഈശ്വരൻ. കാരണം ആദ്യമേ വേദത്തിൽ പറയുന്നത് അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. അഗ്നിയാണ് യഥാർത്ഥത്തിലുള്ള ആദ്യത്തെ ഈശ്വരൻ. അഗ്നിയുടെ വകഭേദങ്ങളായിരിക്കുന്ന പല ഭാഗങ്ങളെ, അഗ്നികൾ പല വിധത്തിലുണ്ട്, പല സ്വഭാവത്തിലുള്ള അഗ്നികളുണ്ട്, പല സ്വാദുകളുള്ള, പല നിറങ്ങളുള്ള അഗ്നികളുണ്ട്. അപ്പോൾ അഗ്നി തന്നെ ഉണ്ട് പല വിധേന.
അപ്പോൾ അഗ്നിയാണ് യഥാർത്ഥത്തിൽ ആദ്യമേ തന്നെ തുടങ്ങുന്നത്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് ആണ് ഞാൻ ഇതാ ഈ വിളക്ക് കത്തിച്ചിരിക്കുന്നത്. യഥാർത്ഥമായിരിക്കുന്ന ഈശ്വരൻ പഞ്ചഭൂതങ്ങളാണെന്ന് നമ്മളുടെ വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ശരിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ആറാമത്തെ വീട്ടിൽ ചെന്നപ്പോഴുണ്ട് അവിടെ 6 തിരി കത്തിച്ചേക്കുന്നത്. അപ്പോൾ ചോദിച്ചു ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ആധ്യാത്മികതയിലാണ് താല്പര്യം, ഭൗതികതയിലല്ല. ആധ്യാത്മികമായി ചിന്തിക്കുമ്പം ഷഡ്ദർശനങ്ങളുണ്ട്. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം തുടങ്ങിയ ഷഡ്ദർശനങ്ങളുണ്ട് ജീവിതത്തിൽ. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ചില അവസ്ഥകൾ. അപ്പോൾ അവൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ഈ 6 വിധത്തിലുള്ള അവസ്ഥകൾ പ്രധാനപ്പെട്ടതാണ്. അത് തന്നെയല്ല, ഞാനൊരു മുരുക ഭക്തനാണ്. ഭഗവാൻ ശ്രീമുരുകൻ എന്ന് പറയുന്ന ആളിനെ മറ്റൊരു പേരുണ്ട്. എന്താണ്? കാർത്തികേയൻ. എന്തുകൊണ്ടാണ് കാർത്തികേയൻ എന്ന് വിളിക്കുന്നത്? 6 ദേവിമാരാണ് ഭഗവാനെ വളർത്തിയത്. ഭഗവാൻ ശ്രീപരമേശ്വരനിൽ നിന്നും ഭഗവാന്റെ ചൈതന്യത്തെ 6 ദേവിമാരിലേക്ക് എത്തപ്പെട്ട് ഈ 6 ദേവതമാരും കൂടി എടുത്ത് വളർത്തി തയ്യാറാക്കിയ ആളാണ് ശ്രീമുരുകൻ. അതുകൊണ്ട് അദ്ദേഹത്തെ കൃത്തികൾ വളർത്തിയത് കൊണ്ട് കാർത്തികേയന. ഞാൻ എല്ലാ വർഷവും പളനിയിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കാർത്തികേയൻ എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ ഈ 6 തിരി കത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. 7ാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 7 തിരി കത്തിച്ചപ്പോൾ പറഞ്ഞു ഞാൻ സപ്തർഷികളെയാണ് പ്രാർത്ഥിക്കുന്നത്. 8ാമത്തെ അവസ്ഥയിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ അഷ്ടലക്ഷ്മിമാരെയാണ് ഞാൻ സങ്കല്പിക്കുന്നത്. 9ാമത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞു ഞാൻ നവഗ്രഹങ്ങളെയാണ്. 10ാമത്തെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നു ഞാൻ ഭഗവാന്റെ ദശാവതാരങ്ങളെയും പൂജിക്കുന്നുണ്ട്. ഈ 10 വീട്ടിൽ കയറി ഈ 10 വീട്ടിലെ വിളക്ക് കത്തിച്ചേക്കുന്നതിനെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണം എന്താണ്? അവസ്ഥ പൂജിതേ രാമ ശരീരം അത് പൂജിതേ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദീപം വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രമേ ദീപമേ ആകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കപ്പെട്ടതാണ്. ഉത്തമം, മധ്യമം, അധമം എന്ന് പറഞ്ഞു തന്നിട്ട് നമ്മളോട് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളോട് പറയണമായിരുന്നു ഇതേ ആകാമായിരുന്നുള്ളൂ. എത്ര വേണമെങ്കിലും ദീപങ്ങൾ കത്തിക്കാം. ലക്ഷദീപങ്ങൾ കത്തിക്കുന്നുണ്ട് നമ്മൾ, ഇല്ലേ? അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മളുടെ മാനസികമായിരിക്കുന്ന പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. സാധാരണ വീടുകളിൽ 1 തിരി കത്തിക്കും രാവിലെ, വൈകുന്നേരമാണെങ്കിൽ 2 തിരി അല്ലെങ്കിൽ 3 തിരി കത്തിക്കും, അല്ലെങ്കിൽ 5 തിരി കത്തിക്കും. നമ്മൾ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചു പേർക്ക് ഇരട്ടസംഖ്യ നല്ലതാണ്, കുറച്ചു പേർക്ക് ഇരട്ടസംഖ്യ കൊള്ളത്തില്ല. അങ്ങനെ പല വിധത്തിൽ വിശ്വാസങ്ങളെക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങൾക്ക് പ്രാധാന്യം നമ്മൾ കൽപ്പിക്കപ്പെടുമ്പോൾ ഭാഗവതം നമ്മളോട് പറയുന്നുണ്ട് പ്രായോഗികതയാണ് ജീവിതത്തിൽ നമുക്ക് ആവശ്യം. ഭക്തിയോടൊപ്പം യുക്തിയും ഒരു മനുഷ്യന് ആവശ്യമാണ്. നിന്റെ ജീവിതത്തിൽ നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഭക്തി ഉണ്ടാകേണ്ടത്. അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഭക്തിയുള്ളത്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല ഭക്തി ഉണ്ടാകേണ്ടത്. നിന്റെ ഉള്ളിൽ ഭക്തി ഉണ്ടാകുന്നത് നിന്നിലെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നീ കണ്ണാടി വെക്കുന്നത് നിന്റെ കാഴ്ച നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നതുപോലെ ഇവിടെ ഭാഗവതത്തിൽ വരാഹത്തെ കാണിച്ചു തന്നത് നമുക്ക് ഓരോരുത്തർക്കും ഗുണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അവരിലേക്ക് മാറ്റപ്പെടേണ്ടതായിരിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ അവതാരങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോകണം. ഇവിടെ വരാഹമായിട്ട് ഭഗവാൻ ഇവിടെ അവതരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തർക്കും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാം, നമ്മളിൽ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും വിധത്തിലുള്ള നീചത്വങ്ങളുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്താണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് മോശമായി നിൽക്കുന്ന 7 പേരുണ്ട് നമ്മളുടെ ജീവിതത്തിൽ എന്ന് നമ്മൾ അറിയുന്നു. ഈ 7 പേര് നമ്മുടെ വീട്ടിലുണ്ടോ, അല്ലെങ്കിൽ നമ്മളോടൊപ്പമുണ്ടോ, നമുക്കറിയാവുന്നവർ ഇവരോടൊപ്പം നമുക്ക് കൂട്ടുകാരായിട്ട് നമ്മളുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 7 പേര് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്നും പരാജയങ്ങളാണ്.
ഈ 7 പേരെ നമ്മൾ കളഞ്ഞോ അല്ലെങ്കിൽ ഈ 7 പേരെ നമ്മൾ ഒഴിവാക്കിയോ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ 7 പേരെ ഞാൻ പറയുകയാണ്. വായ്പൂർ ഇവരുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ നാട് പന്തളമാണ്. കൊരമ്പാലയിൽ നിന്നൊക്കെ ഞങ്ങൾ ഇവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പന്തളത്തിനടുത്ത് കൊരമ്പാലയാണ് എൻ്റെ സ്വദേശം. ഞങ്ങളുടെ കൊരമ്പാലയിൽ നിന്നില്ല ഇവരെല്ലാം പറഞ്ഞു വിട്ടു. ഇനിയും ഈ വായ്പൂരുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഈ നാട്ടിൽ വരുന്നത് തന്നെ ആദ്യമാണ്. അതിൽ പറയുന്ന നിയമം പ്രശ്നവാദി ഗുരുർ മൗനി കിമേക സ്തംഭമൂലകെ പ്രേക്ഷകോ ബാണഹ സപ്തൈജേ സജീവാധമ. ഒന്ന്, പ്രശ്നവാദി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആദ്യമേ പറയൂ അതൊന്നും ശരിയാവത്തില്ല, നടക്കത്തില്ല, അത് വേണ്ട, അത് നടക്കത്തില്ല എന്ന് പറയുന്ന സ്വഭാവം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നമ്മളല്ല, നമുക്കറിയാവുന്നവരുണ്ടല്ലോ. നമ്മൾ എന്തൊരു നല്ല കാര്യം പറഞ്ഞാലും ആദ്യമേ പറയൂ അതൊന്നും ശരിയാവത്തില്ല, അത് നടക്കത്തില്ല. അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ ഒന്നും കാര്യമില്ല, അതൊന്നും വേണ്ട, നമുക്കിപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, അതൊന്നും വേണ്ട. അതെന്താ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ഇപ്പം വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതാണ് ഒന്നാമത്തെ ആൾ, പ്രശ്നവാദി. രണ്ടാമത്തെ ആളാണ് ഗുരു എന്ന് പറയും. നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട്, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് ഉപദേശിച്ചുകൊണ്ട് വരും. ഉപദേശിച്ച് അവസാനം നമ്മൾ പറയും ഈ പരിപാടിയെ ഞാൻ ചെയ്യുന്നു, നിർത്തി, വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അവസാനം പറയും അത് നിൻ്റെ ഇഷ്ടം, ഞാനിത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, ഞാൻ ഇനിയും നാളെ ഇതിപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്ന് വിചാരിക്കുക. പണ്ടൊരാൾ വീട്ടിൽ ഒരു വിളക്ക് കത്തിച്ചു, 5 തിരിയിട്ടുള്ള വിളക്കാണ് കത്തിച്ചത്. അപ്പോൾ 5 തിരിയും കത്തിച്ച് വെച്ചു. അപ്പം ഈ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു, എന്നാൽ ഇനി വിളക്കം കെടുത്താം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെല്ലാം ഇങ്ങനെ ചുറ്റിനും ഒക്കെ നിൽക്കുകയാണ്. വിളക്കൊക്കെ കത്തിക്കുമ്പോഴും ഇല ഇടുമ്പോഴും ഒക്കെ നമ്മൾ നോക്കും. കിഴക്കോട്ടിട്ടാൽ കുറച്ച് പേര് പറയും അയ്യോ പടിഞ്ഞാട്ടിടാൻ പറയും, പടിഞ്ഞാട്ടിടുമ്പോൾ കുറേ പേര് പറയും അയ്യോ കിഴക്കോട്ടിടാൻ പറയും. ഇപ്പോഴും നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല, ഇലയുടെ തുമ്പ് എങ്ങോട്ടിടണോ ആയിട്ടുണ്ടോ, എങ്ങോട്ടിടണമെന്ന് എങ്ങും തീരുമാനമായിട്ടില്ല. ഇപ്പോഴും നമ്മൾ കുറച്ച് പേര് പടിഞ്ഞാട്ടിടും, കുറച്ച് പേര് കിഴക്കോട്ടിടും, അങ്ങനെ തന്നെ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ 5 തിരിയിട്ട വിളക്ക് കത്തിച്ചു. ഇത് കെടുത്താനായിട്ട് പറഞ്ഞു. വീട്ടുകാരൻ ചെന്നു. ആദ്യം ചെന്ന് അവിടെ ഒരു ചന്ദനത്തിരിയുടെ കമ്പ് കിടന്നു, അതുകൊണ്ട് ഒരു തിരി താഴ്ത്തി. അപ്പോൾ അടുത്തിരുന്ന ഒരാൾ ഭഗവാന്റെ ചൈതന്യമുള്ള ഈ ദീപം എണ്ണയിൽ മുക്കിക്കെടുത്താമോ, ഭഗവാൻ ഇങ്ങനെ മുക്കിക്കെടുത്താമോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ ഇതും കെടുത്തിയും പോയി. അപ്പോൾ വിചാരിച്ച് ഇനി അടുത്തത് ഞാൻ ഇനി അങ്ങനെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരു പൂവെടുത്ത് ഈ ദീപത്തിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചു. അപ്പോൾ ആ ദീപം അങ്ങ് കെട്ടു. അപ്പോൾ പറഞ്ഞു ഭഗവാനെ ഞെക്കിക്കെടുത്താമോ? ഓ ശരി. അടുത്ത മൂന്നാമത്തെ തിരി പുള്ളി വിചാരിച്ചത് അങ്ങ് വീശിക്കെടുത്ത്, അങ്ങ് ഇങ്ങനെ വീശി അങ്ങ് എടുത്ത്. ഓ ഭഗവാനെ ഇങ്ങനെ അങ്ങ് തല്ലിക്കെടുത്താമോ? അടുത്ത നാലാമത്തെ തിരി പുള്ളി 2 കൽപ്പിച്ച് ഊതിയും കെടുത്തി. ഭഗവാനെ ഊതിക്കെടുത്താമോ? പറ്റത്തില്ല. ഇനി എത്ര തിരിയുണ്ട്? 1 തിരിയുണ്ട്. അപ്പോൾ ഈ ആൾ പോകും പറയാം, പിന്നെ പണ്ടുള്ളവർ പറയും കരിന്തിരി കത്തല്ലേ, ഐശ്വര്യം മൊത്തം നഷ്ടപ്പെട്ടു പോവേ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഞാനിനി പറഞ്ഞിട്ട് ഇനി ഒന്നും ബുദ്ധിമുട്ട് വരണ്ട, ഞാനങ്ങ് പോയേക്കാവെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയി. ഈ വീട്ടുകാരൻ ഇനി എന്തോ ചെയ്യും? എങ്ങനെ കെടുത്തും ബാക്കി 1 തിരി? എങ്ങനെ കെടുത്തുമോ ബാക്കി തിരി? ഇങ്ങനെ 4 വിധത്തിലല്ലാതെ നമുക്ക് വേറെ വിധത്തിൽ കെടുത്താനും പറ്റത്തില്ല. ഈ ഇറങ്ങി വരുന്ന ആടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഓ സമാധാനമായി. അവനെ ഒന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയല്ലോ. വീട്ടിൽ പാല് കാച്ചുമ്പോൾ കുറേ പേര് തിളച്ച് തൂവണം, കുറച്ച് പേര് തിളച്ച് തൂവല്ലേ, വീട്ടുകാരൻ തിളച്ച് തൂവണോ തൂവണ്ടായോ, തീ കത്തി വരികയും കൂടാണ്, പാല് തിളച്ച് വരികയും കൂടാ. തിളച്ച് തൂവണമെന്ന് കുറച്ച് പേര് തിളച്ച് തൂവണ്ട, തിളച്ച് തൂവിയാ ദോഷം, തിളച്ച് തൂവിയില്ലേലും ദോഷമെന്ന് പറയും. വീട്ടുകാരൻ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കുറച്ച്, അതെല്ലാവരും ഒന്നുമില്ല, അത് സ്ഥിരം 2-3 പേരായിരിക്കും. ഇവരാണ് ഗുരു എന്ന് പറയും. അടുത്ത 4ാമത്തെ പ്രശ്നവാദി ഗുരു. 3ാമത്തെ ആളാണ് മൗനി എന്ന് പറയും. നമുക്കൊരഭിപ്രായവും ഇല്ല, ഇതെല്ലാം എങ്ങനെ വേണം, നീ എങ്ങനെ വേണം ചെയ്തോ, ഞാനിനിയും പറഞ്ഞിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അതുകൊണ്ട് ഞാനായിട്ടൊന്നും പറയുന്നില്ല, നീയായി, നിൻ്റെ വീടായി, നിൻ്റെ ഇഷ്ടമായി നീ തന്നെ അനുഭവിച്ചു. ചെയ്യാൻ പറ്റുമോ ചെയ്യാതിരിക്കാൻ പറ്റും. ഞാൻ വായ്പൂര് വരെ പോവാം, നീ വായ്പൂര് പോവോ പോകാതിരിക്കുമോ, വണ്ടി എടുക്കുമോ വണ്ടി എടുക്കാതിരിക്കുമോ, ഞാനിനിയും പറഞ്ഞിട്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമുക്ക് വണ്ടിയെ കയറാൻ പറ്റുമോ, നമുക്ക് പോകാൻ പറ്റുമോ പോകാതിരിക്കാൻ പറ്റുമോ?
ആ അവസ്ഥയാണ് മൗനി എന്ന് പറയുന്ന ആൾക്കാർ. അടുത്ത 4ാമത്തെ ആളാണ് കിമേഘ. 1ാമത്തെ ആളാരാണ്? പ്രശ്നവാദി. ആരാണ് 1ാമത്തെ ആള്? പ്രശ്നവാദി. 2 ഗുരു. 3ാമത്തെ ആള് മൗനി. 4ാമത്തെ ആളാണ് കിമേഘ എന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പറയും, എന്നെ കൊണ്ട് ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ, ആരെങ്കിലും ഒരാളൂടെ ഉണ്ടെങ്കിൽ ഞാനിത് ചെയ്യാം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഇഞ്ഞെടുത്തോളാം പറഞ്ഞു കഴിയുമ്പോൾ അത് കേൾക്കുന്ന ആൾ പറയും, എന്നെ കൊണ്ട് തന്നെ 1 ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ടൊന്നും വരാൻ വയ്യ, ഒരാളൂടെ വരാമെങ്കിൽ ഞാൻ പോയി അവിടെ നിന്ന് പോയി വെള്ളം എടുക്കാം. 1 ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്തുകൊണ്ട് കൊടുക്കാവുന്ന കാര്യമേ ഉള്ളെങ്കിൽ പോലും നമ്മൾ വേറൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവനെ കൂടെ നമ്മൾ വിളിച്ചുകൊണ്ട് പോകും. അവൻ്റെ ജോലി നടക്കുമോ അതുമില്ല, നമ്മളുടെ ജോലി കൃത്യമാകുമോ അതുമില്ല. അതാളാണ് കിമേഘ എന്ന് പറയും. അടുത്ത ആളാണ് സ്തംഭമൂലകേ. തൂണ് പോലെ അവിടെ നിൽക്കും, അവിടുന്ന് മാറുമോ അതുമില്ല. ഒന്നുകിൽ അവിടെ കാര്യം ചെയ്യണം, ജോലി ചെയ്യണം, അത് ചെയ്യത്തില്ല. എന്നാൽ അവിടെ നിന്ന് മാറി നിൽക്കുക, ഞങ്ങളിത് ചെയ്യാം, അതും സമ്മതിക്കത്തില്ല. അങ്ങനെയുള്ള ചെയ്യത്തുമില്ല ചെയ്യത്തുമില്ല. അങ്ങനെയുള്ള ആളാണ് ആരാണ്? സ്തംഭമൂലകേ. അടുത്ത ആളാണ് പ്രേക്ഷക. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് അതാണെന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ഈ ഗ്ലാസ് എനിക്ക് അങ്ങോട്ട് എടുത്തിപ്പോൾ മോൾ എന്നോട് എന്തോ നമ്മുടെ പേര് പാർവതി എന്നോട് പറഞ്ഞു, തിരുമേനി ഈ ഗ്ലാസ് ഇങ്ങോട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് ഈ ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് പാർവതിയുടെ കയ്യിലോട്ട് കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഞാനെന്ത് ചെയ്യും? ദൂരെ നിൽക്കുന്ന ആളിനെ ഈ വിളിക്കും. അവിടെ ഏതാണ്ട് ഭയങ്കര ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അത്യാവശ്യമായിട്ട് ഓടി വരാൻ പറയും. പുള്ളി ഓടി ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഗ്ലാസ് എടുത്ത് അങ്ങോട്ടൊന്ന് കൊടുത്തേക്കാം. അതാണ് പ്രേക്ഷക. അടുത്ത 7ാമത്തെ ആളാണ് ബാണഹ എന്ന് പറയും. ബാണഹ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നൊരിതാണ്, പണ്ടൊരാൾ കൊല്ലത്ത് പോയ പോലെ എന്നൊക്കെ. ഇവിടെ അങ്ങനെ പറയുമോ? ഈ നാട്ടിൽ അങ്ങനെയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയുന്നത് ഒരാൾ കൊല്ലത്ത് പോയ പോലാണെന്ന് പറയും. ഒരാളോട് തലേദിവസം പറഞ്ഞു, നാളെ രാവിലെ നീ കൊല്ലത്ത് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലത്ത് പോകാൻ പറഞ്ഞത് കൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഇയാൾ വന്ന് കൊല്ലത്ത് പോകുമ്പോൾ ഒരു ജോലി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആളിനെ കാണുന്നില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആളെത്തി. എവിടെ പോയാൽ പറഞ്ഞു? കൊല്ലത്ത് പോയത്. എന്തിനാ പോയത്? അതെന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞത് ഇന്നലെ എന്തുവാ, രാവിലെ കൊല്ലത്ത് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു. കൊല്ലത്ത് വരെ പോയി ഞാൻ ചിന്നക്കടയും തിരുമുല്ലവാരവും ഒക്കെ ഒന്ന് കയറി കറങ്ങി ഇനി പോകും. തിരുമുല്ലവാരത്ത് ഭഗവാനെ ഒന്ന് തൊഴുത്, കടവൂർ ഭഗവാനെയും കൂടെ ഒക്കെ തൊഴുത്, ആദ്യം പോയപ്പം ഹൈവേ വഴി പോയി, തിരിച്ച് ഞങ്ങൾ ഇപ്പുറത്തെ MC റോഡ് വഴിയും വന്നു. ഇനി 2 വഴി പോയില്ലെന്ന് പറയത്തില്ല. അപ്പം അങ്ങനെ കൊല്ലത്ത് പോയ പോലെ ആയി. ആ ആളാണ് ബാണഹ എന്ന് പറയും. അപ്പോൾ ഈ 7 പേര്, ഈ 7 സ്വഭാവങ്ങൾ ആദ്യം നമ്മളിലുണ്ടോ എന്ന് ചിന്തിക്കണം. ഏതൊക്കെയാണ്? പ്രശ്നവാദി, ഗുരു, മൗനി, കിമേഘ, സ്തംഭമൂലകേ, പ്രേക്ഷക, ബാണഹ, സപ്തൈജേ സജീവാധമ. ഇങ്ങനെയുള്ളവരെയൊന്നും ഇങ്ങനെയുള്ളവരെ നമ്മൾ അങ്ങ് ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവർ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തണം. നമ്മുടെ ഉള്ളിൽ ഇവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം പ്രശ്നമാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ ചില ആവശ്യമില്ലാതെയുള്ള അവസ്ഥകളാണ് ഈ പറയുന്ന ചിന്തകൾ. ഈ പറയുന്ന 7 പേരും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കാണും, ഇല്ലേ? ഈ പറയുന്ന 7 പേരും നമ്മുടെ ഉള്ളിൽ കാണും. ചിലപ്പോൾ ഈ 7 പേരിൽ 7 പേരുണ്ടാവത്തില്ല, ചിലപ്പോൾ 2 പേരാവും, 3 പേരാവും, ചിലപ്പോൾ ഇനി 7-നേക്കാൾ കൂടുതലുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് അത്യാവശ്യമൊക്കെയുള്ള പ്രധാനപ്പെട്ടവരായിട്ടുള്ളത് ഈ 7 പേരാണ്. അപ്പോൾ ഈ 7 പേരെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് വിജയങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് നീതിസാരത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതിൻ്റെ കാര്യം ഒരു ആത്മപരിശോധന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നടത്താനാണ്. അപ്പോൾ നമ്മളൊരു ആത്മപരിശോധനയാണ് നടത്തുന്നത് എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ചിന്തിക്കണം, എനിക്ക് മാറണം, എനിക്ക് മാറ്റങ്ങൾ ആവശ്യമാണ്. ഇവിടെ ഹിരണ്യകശിപുവിനെ ഇതിനകത്തിൽ പറയുന്ന അസുരന്മാരെല്ലാം നമ്മൾ തന്നെയാണ്. ഈ അസുരന്മാരിൽ ഒരാളെ പോലും വിട്ട് കളഞ്ഞിട്ടില്ല. ഇവരെല്ലാം നമ്മൾ തന്നെയാണ്. കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ അസുരന്മാരെക്കാട്ടിലും 1 ഡിഗ്രിയും കൂടെ നമ്മൾ മേളിലാണെന്നുള്ളത് തൂക്കി നോക്കിയാൽ ഒരു 1/2 കിലോയെങ്കിലും നമുക്ക് കൂടുതലുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? നമ്മൾ അംഗീകരിക്കത്തില്ല. അവരത് അംഗീകരിച്ചിരുന്നു, അതുകൊണ്ട് അവർക്ക് മോക്ഷം കിട്ടി. നമ്മൾ അംഗീകരിക്കാത്തതുകൊണ്ട് നമുക്കും പലപ്പോഴും മോക്ഷങ്ങൾ കിട്ടാതെ വരുന്നു. അപ്പോൾ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും
നമ്മളുടെ അടുക്കലേക്ക് വരാഹമായിട്ട് ഭഗവാൻ അവതരിച്ചത് നമ്മുടെ ഉള്ളിലുള്ള നീചത്വങ്ങൾ എന്തുണ്ടോ അവയെ രണ്ടായിട്ടൊന്ന് പകുത്തെടുക്കാൻ പറഞ്ഞു. ഇത് രണ്ടായി പകുത്തെടുക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ അവശേഷിക്കുന്നത്. ഒന്ന് നന്മയും രണ്ട് തിന്മയുമാണ്. അപ്പോൾ ഒന്ന് നന്മയും രണ്ട് തിന്മയുമായിട്ട് രണ്ടും നമ്മളിൽ രണ്ടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ തീരുമാനിക്കും, നന്മകൾ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്, നമ്മുടെ ബന്ധുക്കളാണ്, നമ്മളുടെ മിത്രങ്ങളാണ്. തിന്മകൾ എന്ന് പറയുന്നത് നമ്മളുടെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്തവരാണ്. അപ്പോൾ ഭഗവാൻ എന്ത് പറയും? നിന്റെ ഉള്ളിൽ തിന്മകൾ നിനക്ക് ശത്രുക്കളായിട്ടുണ്ടെങ്കിൽ ഈ ശത്രുക്കൾ എവിടെ ഇരിക്കുന്നത്? നിന്റെ മനസ്സിൽ തന്നെയാണ്. അപ്പോൾ നിന്റെ മനസ്സിലുള്ള ശത്രുക്കളെ എല്ലാം കൂടെ നിന്റെ ഉള്ളിലുള്ള ശത്രുതകളായിട്ട് കാണണം. ആ ശത്രുതകളെയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഭഗവാൻ രണ്ടാമത്തെ ദിവസം എന്തായിട്ട് അവതരിക്കും? നരസിംഹമായിട്ട് ഭഗവാൻ അവതരിക്കും. അപ്പോൾ അങ്ങനെ ഭഗവാൻ നരസിംഹമായിട്ട് അവതരിക്കുന്നത് രണ്ടാം ദിവസമായി മാറും. അപ്പോൾ അങ്ങനെ രണ്ടാം ദിവസം ഭഗവാൻ വന്ന് അവതരിച്ച് കഴിഞ്ഞ് നമ്മളിലോട്ട് പറഞ്ഞു തരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ശത്രുതകളെ മാറ്റാനാണ്. അല്ലാതെ നമ്മൾ സ്ഥിരം ചെയ്യുന്നൊരു വഴിപാടാണ് ശത്രുസംഹാര പൂജ, അല്ലേ? നമ്മൾ ചോദിക്കും ചിലപ്പോൾ ശത്രുവിൻ്റെ പേരും നാളും വേണമെന്ന്. എവിടുന്നെങ്കിലുമൊക്കെ ശത്രുവിൻ്റെ പേരും നാളും കാലിൻ ചോട്ടിലെ മണ്ണും അതും ഇല്ലേ, നാളും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെക്കും. അതാണ് നമ്മൾ. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ ഒരാൾ ശത്രുക്കളാവുന്ന എപ്പോഴാണ്? നമ്മളുടെ മനസ്സിൽ ആ ശത്രുത വരുമ്പോഴാണ്. ഈ അപ്പുറത്തിരിക്കുന്ന ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പാർവതി, ഞാൻ പറയുന്ന പാർവതി എൻ്റെ ശത്രുവാന്ന് പറയുന്നു. പാർവതിയുടെ മനസ്സിൽ പോലും അങ്ങനെ പാർവതി ചിന്തിച്ചിട്ടുണ്ടാവില്ല. മറിച്ച് എൻ്റെ മനസ്സിലാണ് തോന്നുന്നത് അത് ശത്രുവാണ് എനിക്ക് എന്ന്. അപ്പോൾ ആരെയാണ് ഞാനിവിടെ മാറ്റേണ്ടത്? എൻ്റെ മനസ്സിൻ്റെ ശത്രുതകളെയാണ്. ആ ശത്രുതകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ തൂണ് പിളർന്നാണെങ്കിലും നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഹിരണ്യകശിപു എന്ന് പറയുന്ന ആ ഹിരണ്യായി നമ്മൾ ചൊല്ലുന്ന ഒരു അഹംഭാവത്തെ മാറ്റിയെടുക്കുവാനായിട്ട് ഭഗവാന് അവതരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്ക് അവതരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആരായി മാറും? അതിന് നമ്മുടെ മുമ്പിൽ ഒരു സിമ്പലായിട്ടൊരാൾ ഉണ്ടാവും. ആര്? പ്രഹ്ലാദൻ എന്ന ഭക്തൻ. പ്രഹ്ലാദൻ എന്ന ഭക്തൻ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ പ്രഹ്ലാദൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ശത്രുതകളെ എല്ലാം കളഞ്ഞിട്ട് യഥാർത്ഥമായിരിക്കുന്ന ഭക്തിയെ നമ്മൾ കണ്ടെത്തുന്നതും അറിയുന്നതും. അപ്പോൾ അങ്ങനെ കണ്ടെത്തി അറിഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളുടെ മനസ്സെന്താവും? എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ശത്രുതകളെല്ലാം പോയിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി ഇങ്ങനെ കൂടിയിരിക്കും. എങ്ങനെ? ഒരു കാരാഗ്രഹ തുല്യമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ നിൽക്കും. അപ്പോഴെന്ത് ചെയ്യും? അവിടേക്ക് നമ്മളുടെ എല്ലാമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണസ്വാമി അവതരിക്കും. ഭഗവാൻ കൃഷ്ണസ്വാമി അവതരിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇനിയുമാണ് നമ്മളുടെ മനസ്സിൽ നിന്നും നമ്മൾ വളരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കുഞ്ഞ് ഭഗവാൻ നമ്മുടെ മനസ്സിൽ അവതരിച്ചു. ഇനി ഈ കുഞ്ഞിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. എങ്ങനെ? ഈ ലോകത്തെ നമ്മൾ നന്നായി പഠിക്കാൻ നമ്മളോട് ഭഗവാൻ പറഞ്ഞു. ഈ ലോകത്തെ നമ്മൾ നന്നായി പഠിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ നന്നായിട്ട് പഠിക്കുക, പ്രകൃതിയെ നന്നായി സ്നേഹിക്കുക, പ്രകൃതിയെ നന്നായി നമ്മൾ വേണ്ട വിധത്തിൽ പ്രകൃതിയെ നന്നായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയെ നന്നായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരുന്നു. അപ്പോൾ പറഞ്ഞു തരുമ്പോൾ ആ പറഞ്ഞു തന്ന ആളെ നമ്മൾ അതുകൊണ്ട് എന്ത് വിളിച്ചു? ഗോവിന്ദൻ എന്ന നാമകരണം കൊടുത്തു. അപ്പോൾ ഗോവിന്ദൻ എന്ന നാമകരണം കൊടുത്തപ്പോൾ പ്രകൃതിയെ ഉയർത്തുന്നതായി സങ്കല്പിച്ച് ഗോവർദ്ധന പർവ്വതത്തെ നമ്മളുടെ മനസ്സിൽ നിന്നും ഭഗവാൻ ഉയർത്തി നമുക്കൊരു സംരക്ഷണം അവിടെ തരുന്നു. ജീവിതം മുഴുവൻ നമുക്ക് സംരക്ഷണം നൽകണമെങ്കിൽ നമ്മൾ പ്രകൃതിയെ നമ്മൾ നന്നായി ഉയർത്തിയെങ്കിലേ സാധിക്കത്തുള്ളൂ. ഇന്നറിയാം, നമ്മളൊക്കെ ഇവിടെ നിന്ന് വേവുവാണ്, ചൂടുകൊണ്ട് അങ്ങേയറ്റം പറ്റിയവരാണ്. ഒരു വർഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ എത്ര വൃക്ഷങ്ങൾ നമ്മൾ നശിപ്പിക്കുന്നവരാണ്. ഈ പ്രകൃതിയോട് എത്രമാത്രം ചൂഷണങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. നമ്മൾ കാട് വെട്ടി തെളിച്ച് കളയുന്നു, അത് തെളിച്ച് കളയുന്നു എന്നൊക്കെ ശരിയാണ്. പക്ഷേ ഏതെല്ലാം വിധത്തിൽ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. അതിനേറ്റവും തെളിവാണ് നമ്മുടെ ആറെന്ന് പറയുന്നില്ലേ. ഈ ആറ് ഒരു കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ നന്നായി നിങ്ങൾക്കറിയാം. ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ നാട്ടിൽ ജലക്ഷാമങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ഇന്ന് പക്ഷിമൃഗാദികൾ പോലും ഇന്ന് ഒരു തുള്ളി വെള്ളം കിട്ടാതെ വലയുവാണ്.
നമ്മൾ കുപ്പിയിൽ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ പോലും നമ്മൾ ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു കൊച്ചു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടോ? പക്ഷികൾ ആരെങ്കിലും വരുമ്പോൾ കുടിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടോ? ഇല്ല, 1-2 വെച്ചിട്ടുണ്ട്. അങ്ങനെ വേണം. പക്ഷി മൃഗാദികൾക്കും ഒരിറ്റ് വെള്ളം കുടിക്കാതെ എത്രയോ പക്ഷി മൃഗാദികൾ ഇന്ന് നരകിക്കുകയാണെന്ന് നമ്മൾ അറിയാം. നമ്മുടെ കുഞ്ഞിനെ പോലെയുള്ളവർ, നമ്മുടെ കുഞ്ഞിൻ്റെ പ്രായമുള്ള ആ പക്ഷി മൃഗാദികൾ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയിട്ട് അവർക്ക് കിണറ്റിലിറങ്ങിയാനോ മിനറൽ വാട്ടർ എടുത്ത് കുടിക്കാനോ ഒന്നും അവർക്ക് സാധിക്കില്ല. പക്ഷേ അവർക്കൊരിച്ചിരി വെള്ളം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ, എൻ്റെ കുഞ്ഞിന് രാവിലെ ഒരു ഗ്ലാസ് ചായ എടുത്ത് ഞാൻ കൊടുക്കുമ്പോൾ പുറത്ത് ചിലയ്ക്കുന്ന കിളികൾക്ക് അതിൻ്റെ അമ്മ ചിലയ്ക്കുന്നതും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നതും ഒന്നായിരിക്കും. കുഞ്ഞെ, നീ വന്ന് ചായ കുടിക്കൂ, പാല് കുടിക്കൂ എന്ന് ഞാൻ പറയുന്നത് പോലെ ആണോ ആയിരിക്കാം ആ തള്ളക്കിളി പറയുന്നത്, കുഞ്ഞെ നിനക്ക് തരാൻ ഇന്ന് വെള്ളമെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ആ പക്ഷി മൃഗാദികൾ പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ പക്ഷി മൃഗാദികളെ അവരെവിടെ പോയി ഒളിക്കും? ഈ പക്ഷികളെ എല്ലാം നമ്മൾ ദ്രോഹിക്കുകയാണ്. കൂട്ടിനകത്തിൽ അടച്ചിട്ട് അതിനെ ഏതെല്ലാം വിധത്തിൽ നമ്മൾ ദ്രോഹിക്കാമോ അതെല്ലാം വിധത്തിൽ നമ്മൾ ദ്രോഹിക്കുകയാണ്. നമുക്ക് ഇതൊരു ഭംഗിയാണ്. വീടിന് വലിയൊരു ഇതൊക്കെ അടിച്ച് നമ്മൾ വെക്കും. ലവ് ബേഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ച് ഒന്നുമില്ലാത്ത കുഞ്ഞു കിളികളെ വീടിന് ഭംഗിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവറ്റകളെ നമ്മൾ നരകയാതനയ്ക്കാണ് നമ്മൾ വിടുന്നത്. ഇതിനെ കൂട്ടിലടയ്ക്കപ്പെട്ട് ഇതിന് ഈശ്വരൻ കൊടുത്ത ഏറ്റവും വലിയൊരു ഗുണമാണ് അവയ്ക്ക് പറക്കാൻ കഴിയുക എന്നുള്ളത്. ആ പറക്കാൻ കഴിയുന്ന ഗുണത്തെ നമ്മൾ തളച്ചിട്ട് ഇവരെ അവിടെ ഇടും. ഇത് അവിടെ കിടന്ന് അവസാനം ഇതെങ്ങനെയെങ്കിലും അത് മരിച്ചു പോകുമെന്നുള്ളതല്ലാതെ ഇത് നമ്മുടെ വീടിനൊരു ഭംഗിയാകുമെന്നോ അല്ലെങ്കിൽ ഇതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വീടിന് ഭംഗി കൂടുമെന്നോ ഒന്നും ലോകത്താരും അത് അംഗീകരിക്കുന്നുമില്ല. നമുക്ക് തോന്നും ഇത് ഈ മീനിനെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ നല്ല വില കൊടുത്ത് വലിയ മീനിനെയൊക്കെ നമ്മൾ വീട്ടിൽ വലിയ വിലയൊക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവയ്ക്ക് സ്വതന്ത്രമായിട്ട് പോകുവാനുള്ള ആ ഒരു വലിയ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. അതുപോലെ തന്നെയാണ് നമ്മുടെ വൃക്ഷങ്ങളും. ഓരോ വൃക്ഷങ്ങളെയും നമ്മൾ കളഞ്ഞ് ആദ്യം ഇൻ്റർലോക്ക് ഇടണ്ടെന്നല്ല, ഇൻ്റർലോക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട്. ഒരു ടാർപ്പ അങ്ങ് വിരിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ചിപ്സ് എല്ലാം കൂടെ നിരത്തിയിട്ടാണ് നമ്മൾ ഈ ഇൻ്റർലോക്ക് ഇടുന്നത്. കാരണം എന്താണ്? പോച്ച കളിക്കാതിരിക്കാൻ. ഈ പോച്ച കളിക്കാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം താഴേക്ക് താഴില്ല എന്ന് ആലോചിക്കുന്നത്. ഈ പ്രകൃതിയിലേക്ക് നമ്മൾ പ്രകൃതിയുടെ ഒരു ആവാസ വ്യവസ്ഥയെ, ഈശ്വരനാൽ നിർമ്മിതമായിരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയെ നമ്മൾ തകിടം മറിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറ്റിയപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും നമ്മളുടെ കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു സമൂഹം ഇന്ന് ദുരിതങ്ങൾ അനുഭവിക്കുകയാണ്. ഇന്ന് 11 മണി കഴിഞ്ഞാൽ 3 മണി വരെ റോഡിലിറങ്ങരുത്, ജോലി ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ പ്രകൃതിയോട് നമ്മൾ ചെയ്ത ചൂഷണത്തിൻ്റെ ഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. ഇന്ന് മുറ്റത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത്രയും ഫാൻ ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും നമുക്ക് സ്വസ്ഥമാകുന്നില്ല. നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് ദാഹം തീരുന്നില്ല. കുടിക്കാൻ വെള്ളമുണ്ടോ? പൈസ കൊടുത്ത് കുടിവെള്ളം പോലും മേടിക്കേണ്ടി വരുന്നു. ഇതെല്ലാം നമ്മളുടെ പ്രവർത്തികൾ മൂലം നമ്മൾ അനുഭവിക്കുന്നതാണ്. ജീവിതത്തിൽ നമ്മളുടെ പ്രവൃത്തികൾ മൂലം ദുരിതങ്ങൾ അനുഭവിക്കാനായി അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരുപാട് ദുരിതങ്ങൾക്കുള്ള കാരണം നമ്മൾ തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? നമ്മളുടെ മനസ്സിലേക്ക് നമ്മൾ നോക്കുന്നില്ല, നമ്മളുടെ പ്രവൃത്തികളെ നമ്മൾ വീക്ഷിക്കപ്പെടുന്നില്ല, നമ്മളുടെ പ്രവൃത്തികളെ നമ്മൾ വിലയിരുത്തുന്നില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തികളായിട്ട് മാറാതെ യഥാർത്ഥമായിരിക്കുന്ന പ്രവൃത്തികൾ നല്ല വിധേന ചെയ്യുന്നവരായി നമുക്ക് മാറണം. അതിന് ഓരോ ദിവസം കഴിയും തോറും അതിനാണ് നമ്മളോട് 4-ാമത്തെ ദിവസം ഭഗവാൻ പറയുന്നത്, നീ പ്രകൃതിയെ നന്നായി പൂജിക്കുന്നു. ഭഗവാൻ പറഞ്ഞത് നമ്മളോട് മാത്രമല്ല, ഭഗവാന്റെ അച്ഛനോട് സഹിതമാണ് പറഞ്ഞത്. പ്രകൃതിയാണ് യഥാർത്ഥമായി പൂജിക്കേണ്ടത്. ഇന്ദ്രനെയോ ദേവേന്ദ്രനെയോ ഒന്നും അല്ല പൂജിക്കേണ്ടത്. അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മളുടെ മുമ്പിൽ കാണുന്ന ഈ ഗോവർദ്ധന പർവ്വതമാണ് നമുക്ക് വേണ്ടുന്ന മഴയും നമുക്ക് വേണ്ടുന്ന സംരക്ഷണവും നൽകുന്നത്. അതുകൊണ്ട് അതിനെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഗോവർദ്ധന പർവ്വതത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുമ്പോഴാണ് അവിടെയുള്ളവർ ചെന്ന് അപ്പവും അടയും
ഒക്കെ കൊണ്ടുപോയി ആ ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുന്നത്. ഇത് കണ്ട ദേവേന്ദ്രൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതെല്ലാത്തിനെയും തരണം ചെയ്യാൻ ഭഗവാൻ ഉപയോഗിച്ചത് ഗോവർദ്ധന പർവ്വതത്തെ എന്ന് പറയുന്ന ഒരു കുടയായിട്ടാണ്. ഗോവർദ്ധന പർവ്വതത്തെ ഒരു കുടയായി ചൂടി സംരക്ഷണം മുഴുവൻ പ്രകൃതി ഏറ്റെടുത്തു. മനുഷ്യന്റെ സംരക്ഷണം മുഴുവൻ പ്രകൃതി ഏറ്റെടുത്തപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് വന്നത്, ഈ പ്രകൃതിയെ നമ്മൾ നന്നായി നോക്കിയിരുന്നുവെങ്കിൽ ഈ പ്രകൃതി നമ്മളെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു. നമുക്കറിയാം, ഇത്ര നാളെ ആയുള്ളൂ, 1 വർഷമായില്ല, നമ്മൾ കണ്ടതാണ്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബുദ്ധിമുട്ടോ കുറച്ചൊക്കെ. പല സ്ഥലങ്ങളിലും ഇന്നും വീടുകളില്ലാതെ ഉള്ള വീടുകളെല്ലാം നശിച്ച് വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റും വീട്ടിലുണ്ടായിരുന്ന സമ്പത്തുമെല്ലാം ലോൺ എടുത്ത് 17,000 രൂപ ലോൺ എടുത്ത് കുടുംബശ്രീയുടെ ലോൺ എടുത്ത് മേടിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അലമാരിക്കകത്ത് നിറയെ വെള്ളം കയറി. ഈ പൈസ വല്ലതിനും കൊള്ളാമോ? ഈ പൈസ തിരിച്ചടയ്ക്കണ്ടായോ? അടയ്ക്കും. എന്ത് ചെയ്യും? മനസ്സിൽ തോന്നിയ ഒരു അമ്മ പറഞ്ഞതാണ്, എന്ത് ചെയ്യുമെന്നറിയാതെ ഇത്രയും രൂപ തിരിച്ചടയ്ക്കണമെങ്കിൽ എത്ര നാളെടുക്കും? ഇനി ഈ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? അതും ഉണ്ടായില്ല. കാരണം എന്താണ്? നമ്മളുടെ പ്രകൃതിയോട് ചെയ്തതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഉണ്ടായിരിക്കുന്ന ഈ പ്രളയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കാരണങ്ങൾ പലതും പല രീതിയിൽ പല വിധേന നമുക്ക് പറയാം. അതെല്ലാം ആയിക്കൊള്ളട്ടെ, അനുഭവിച്ചത് ആരാണ്? ഈ സമൂഹമാണ്, അല്ലേ? ഈ അനുഭവിച്ചത് ഈ ഒരു സമൂഹമാണ്. അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ പ്രയാസങ്ങൾ അറിയത്തുള്ളൂ. അനുഭവിക്കുന്നവർക്ക് അതിൻ്റെതായിരിക്കുന്ന ദുരിതങ്ങൾ. ചില സമയത്ത് ഇതൊക്കെ ഒരു നന്നായിരുന്നു. ഈ പ്രളയം കൊണ്ട് പല കുടുംബക്കാരും നന്നായി എന്നുള്ളതാണ്. അയൽവക്കക്കാർ തമ്മിൽ മിണ്ടാതിരുന്നവരൊക്കെ ഇപ്പോൾ വലിയ സ്നേഹവുമായി ബഹളവുമായി. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മതിലൊക്കെ പൊളിച്ചു കളഞ്ഞു. നേരത്തെ ആണെങ്കിൽ അപ്പുറത്തെ വീട് പണിയുന്നതിന് മുമ്പ് ആദ്യം മതിൽ കെട്ടി ഗേറ്റിട്ട് പൂട്ടി അവിടെ ഒരു ബോർഡും തൂക്കിയിട്ടിട്ടുണ്ടായി, അന്യർക്ക് പ്രവേശനമില്ല. ആരുടെ വസ്തുവിലാണ് അന്യര്? നമ്മുടെയാണോ സ്വന്തം വസ്തു? ഒരു ഒപ്പിട്ടാൽ തീരുന്നതേ ഉള്ളൂ നമ്മളുടെ അവകാശങ്ങളൊക്കെ, എല്ലാം ഉള്ളൂ. നമ്മുടെ വസ്തു എന്ന് പറയുന്ന ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ വസ്തു ഒന്നുമല്ല, ഇത് അന്യൻ്റെ മറ്റാരുടേതായി മാറും. അപ്പോൾ അയലോക്കക്കാർ പോലും തമ്മിലുണ്ടായിരുന്ന ശത്രുതകൾ പോലും ഈ ഒരൊറ്റ പ്രളയം കൊണ്ട് മാറിയ ഗുണങ്ങളും ഇപ്പുറത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം 4-ാമത്തെ ദിവസം ഗോവന്ദനായി ഭഗവാൻ നമ്മളുടെ മുമ്പിൽ വന്ന് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി ആ പ്രകൃതിയെ നന്നായി പൂജിക്കാൻ, പ്രകൃതിയെ നന്നായി പഠിക്കാൻ, പ്രകൃതിയെ നന്നായി മനസ്സിലാക്കാൻ നമ്മളോട് പറഞ്ഞു തന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും ഇത് നമുക്കുള്ള പാഠങ്ങളാണ്. 5-ാമത്തെ ദിവസം പറഞ്ഞു നമ്മളോട്, 4 ദിവസവും നിങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ, പ്രകൃതിയെ നീ നന്നായി പൂജിച്ചു, പ്രകൃതിയെ നീ നന്നായി മനസ്സിലാക്കിയെങ്കിൽ നിനക്കൊരു കാര്യം പറഞ്ഞു തരാം. ഇന്ന് നിന്റെ അടുക്കലേക്ക് മഹാലക്ഷ്മിയെ പറഞ്ഞു വിടുകയാണ്. ആ മഹാലക്ഷ്മി നിന്റെ മുമ്പിലേക്ക് ഇതാ വരുന്നു, രുക്മിണി ദേവിയായി. 5-ാമത്തെ ദിവസം രുക്മിണി ദേവിയായി നമ്മളുടെ മുമ്പിൽ വന്നു, ഐശ്വര്യവുമായി, സർവ്വ ഐശ്വര്യങ്ങളുമായിട്ട്. സമ്പത്തല്ല മഹാലക്ഷ്മി, ഐശ്വര്യമാണ് മഹാലക്ഷ്മി. മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ സമ്പത്ത് കിട്ടുമെന്നാണ് നമ്മുടെ വിചാരം. സമ്പത്തെ അല്ല വിഷയം, സമാധാനപരമായിരിക്കുന്ന ഐശ്വര്യമാണ് യഥാർത്ഥമായിരിക്കുന്ന മഹാലക്ഷ്മി എന്ന് പറയുന്നത്. കാശിന് വേണ്ടിയിട്ടല്ല മഹാലക്ഷ്മിയെ പൂജിക്കുന്നത്, ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മിയെ പൂജിക്കുന്നത്. അപ്പോൾ ഐശ്വര്യ ദേവതയായിരിക്കുന്ന മഹാലക്ഷ്മി നമ്മുടെ ഉള്ളിലേക്കല്ല, നമ്മുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്കൊരു കുറവുണ്ടായിരുന്നു. എന്ത്? ദാരിദ്ര്യമെന്ന കുറവ് നമുക്കുണ്ടായിരുന്നു. ദാരിദ്ര്യമെന്ന കുറവ് നമ്മളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ദാരിദ്ര്യത്തെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ചു. എന്ത്? 6-ാമത്തെ ദിവസം സുധാമാവെന്ന പേരിൽ നമ്മൾ ഓരോരുത്തരും കുചേലന്മാരായിട്ട് അങ്ങ് മാറി. കുചേലന്മാരായി മാറി നമ്മൾ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമായിട്ട് അവലിനെ തന്നെ നമ്മൾ എടുത്തുകൊണ്ടുപോയി ഭഗവാന് നേരിട്ട് നമ്മൾ അവൽക്കിഴികളായിട്ട് സമർപ്പിച്ച് കുചേലന്മാരായിട്ട് സുധാമാവ് എന്ന നമ്മൾ കുചേലന്മാരായി. പല പേരുകളാണ് നമുക്ക്, പക്ഷേ നമ്മൾ ഈശ്വരൻ്റെ അടുക്കൽ വരുമ്പോൾ ഭക്തൻ എന്ന പേരോടുകൂടി ഭഗവാന് കൊണ്ടുപോയി നമ്മൾ അവൽക്കിഴികൾ സമർപ്പിച്ച് നമ്മളുടെ ദാരിദ്ര്യങ്ങളെല്ലാം മാറണം. സാമ്പത്തികമായ ദാരിദ്ര്യമല്ല, സാമൂഹികവും സാംസ്കാരികവുമായിരിക്കുന്ന ദാരിദ്ര്യങ്ങൾ വരെ നമ്മളിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിച്ചു നമ്മൾ. അപ്പോഴേക്കും ഭഗവാൻ നമുക്ക് വേണ്ട വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ തന്നു കഴിഞ്ഞപ്പോൾ
നമുക്കെന്തായി? ഉണ്ടായിരുന്ന കുറവ് ഒന്നുകൂടെ ഉണ്ടായിരുന്നുള്ളൂ, ദാരിദ്ര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ദാരിദ്ര്യം മാറിയപ്പോൾ അവിടെ എന്തായി? സമൃദ്ധിയായി. നല്ല സമൃദ്ധിയായ നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിന് തുല്യമാണ്, സ്വർഗത്തിന് സമാനമാണ്. അപ്പോൾ സ്വർഗത്തിന് തുല്യമായി, സ്വർഗത്തിന് സമാനമായി ഇരിക്കുന്ന നമ്മളുടെ മനസ്സെന്ന് പറയുന്നിടത്തേക്ക് ഭഗവാൻ പറഞ്ഞു, എങ്കിൽ നിന്റെ മനസ്സ് സ്വർഗമായെങ്കിൽ ഞാനിതാ നിന്റെ മനസ്സിലേക്ക് വരികയാണ്, നിന്റെ മനസ്സിൻ്റെ സ്വർഗത്തിലേക്ക് ഞാൻ എത്തുകയാണെന്ന് പറയുന്നു സ്വർഗാരോഹണത്തിലൂടെ. 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ 7ാമത്തെ ദിവസം സ്വർഗാരോഹണത്തിൽ ഭഗവാൻ നമ്മളുടെ മനസ്സിലേക്ക് കയറി ഇരുന്നിട്ട് നമ്മളോട് പറയുകയാണ്, ലോകത്തിൻ്റെ അവസ്ഥ ഇന്നതൊക്കെയാണ്, അതുകൊണ്ട് നീ നിന്നെ തന്നെ ചിന്തിച്ച് നീ നന്നായി ജീവിക്കാൻ നീ ശ്രമിക്കൂ. നിന്റെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാകും, എപ്പോഴും ഉണ്ടാകും. പക്ഷെ നീ എന്ന അവസ്ഥയിൽ നിന്ന് നീ എപ്പോഴാണോ മാറുന്നത് അപ്പോഴാണ്, അതായത് ഭക്തി നല്ലതാണ്, പക്ഷേ ധർമ്മമില്ലാത്ത ഭക്തി കൊണ്ട് യാതൊരു പ്രയോജനവും ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നമ്മളുടെ ഓരോ ഗ്രന്ഥങ്ങളും, അല്ലെങ്കിൽ നമ്മളുടെ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇവയെല്ലാം ഏതെടുത്താലും നമ്മളോട് പറയുന്നുണ്ട്, ധർമ്മമല്ലാത്ത ഭക്തി നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് ഗുണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് നമുക്ക് റിസൾട്ട് ആവില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടി ഗുണമുണ്ടാകണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകിയിട്ട് ഗ്ലാസ് പാത്രത്തിൽ വെള്ളം കിടക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് പോകാനല്ല നമ്മളോട് പറഞ്ഞത്. ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മളുടെ തൊട്ടു പുറകിൽ നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് കൊടുക്കാൻ നമുക്കൊരു മര്യാദയുണ്ടാവണം. ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറണം. ഏത് കാര്യങ്ങൾ എടുത്താലും നമ്മളോട് പറയുന്നത് തുടർച്ചയായിട്ട് പരസ്പരമുള്ള മര്യാദകളായിക്കൊണ്ട് ആ മര്യാദകൾ നമ്മളുടെ ജീവിതത്തിൽ പാലിക്കാനാണ് പറയുന്നത്. ക്ഷേത്രത്തിലാണെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതാണ് ആചാര അനുഷ്ഠാന മര്യാദകൾ പാലിക്കാനാണ് പറയുന്നത്. ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇത് പാലിക്കുക എന്നുള്ളത് നമ്മളുടെ മര്യാദയാണ്. ചെരുപ്പിട്ടുകൊണ്ട് ഇപ്പോൾ അമ്പലത്തിനകത്ത് കയറിയെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇറങ്ങി വന്ന് നമ്മളോടൊന്നും പറയില്ല, എന്തിനാടാ നീ ചെരുപ്പിട്ടുകൊണ്ട് കയറിയതെന്നൊന്നും ഭഗവാൻ നമ്മളോട് പറയത്തൊന്നുമില്ല. ഭഗവാൻ ഇതൊന്നും വിഷയവുമാകത്തില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ചെരുപ്പിട്ടുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ കയറരുതെന്നുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളിലേക്ക് പറഞ്ഞു തന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം. അത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥനായിരിക്കുന്ന മനുഷ്യനായി മാറുന്നത്. നന്മകൾ നല്ല വിധേന ചെയ്യണം, നല്ല വിധേന സ്വാദോടുകൂടി ചെയ്യണം. കൂട്ടാനുണ്ടാക്കുമ്പോൾ അതിൽ ഓരോന്നും ഇടുന്നത് സ്വാദ് ഒരേ ലെവലിൽ നിൽക്കാനാണ്. കൃത്യമായിരിക്കുന്ന ഒരു നല്ല കൂട്ടുമ്പോൾ ഒരു ഇമ്പമാർന്ന വിധത്തിൽ സ്വാദ് കിട്ടാനാണ് എല്ലാ സാധനങ്ങളും. അതിനും ഓരോന്നിനും ഓരോ അളവിൽ തന്നെ ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ എടുത്ത് ചേർക്കുകയല്ല. അന്നേരം അത് സ്വാദല്ല, ദുസ്വാദായി മാറും. നല്ല സ്വാദായിട്ട് മാറിയെങ്കിൽ മാത്രമേ നമുക്കൊരു ആനന്ദത്തെ നമുക്ക് കിട്ടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ, അതിനെ പൂർത്തീകരിക്കപ്പെടാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ടുള്ളതാണ് നമ്മളുടെ യജ്ഞങ്ങൾ. ഇപ്പോൾ വരാഹാവതാരത്തിലൂടെ നമ്മൾ ചിന്തിക്കപ്പെടുന്ന ഏറ്റവും പ്രധാന കാര്യം നമ്മളുടെ മനസ്സിൻ്റെ ഒരു മാറ്റമാണ്. നമ്മളുടെ മനസ്സിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നു, നമ്മളുടെ കുറവുകളെ നമ്മൾ സ്വയം വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ വാക്കും ചിന്തയിലും പ്രവൃത്തിയിലുമൊക്കെ നമ്മൾ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുള്ളതാവാം. നമ്മൾ ഒരുപാട് പേരെ ശത്രുക്കളാക്കിയിട്ടുണ്ട് ജീവിതത്തിൽ. ശത്രുക്കൾ അറിഞ്ഞായിട്ടും അറിയാതെയുമൊക്കെ നമുക്ക് ശത്രുക്കളായിട്ടുണ്ട്. നമ്മൾ അതൊന്നും വിചാരിച്ചായിരിക്കത്തില്ല നമ്മൾ പറഞ്ഞത്, പക്ഷേ നമ്മൾക്ക് ശത്രുക്കളാണ്. ഇപ്പം ഞാൻ ഉറങ്ങരുതെന്ന് പറഞ്ഞു, ഞാൻ ഉറങ്ങരുതെന്ന് പറയുമ്പോൾ ഉള്ളിൽ ചിന്തിക്കും, പിന്നെ അയാളുടെ പ്രഭാഷണം കേൾക്കാൻ ഇരുന്നോണ്ടല്ലയോ പറഞ്ഞത് ഉറങ്ങല്ലേ എന്ന്. വീട്ടിലെങ്ങാനും ആരെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ഉറങ്ങുകയും ചെയ്യായിരുന്നു, നമ്മളെ ആരും ഒന്നും പറയത്തുമില്ല. യജ്ഞശാലയിൽ ഇരിക്കുമ്പോൾ ഉറങ്ങുമ്പോൾ പറയേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ആചാര്യൻ എന്ന സ്ഥാനത്ത് ഞാൻ ഇരുന്നിട്ട് കാര്യമില്ല. പണ്ട് ഭീഷ്മരെ കാണാനായിട്ട് ഭീഷ്മരെ സരസയ്യയിൽ കിടക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനനും ഒക്കെ കാണാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭഗവാനോട് ഭീഷ്മർ പറഞ്ഞു, ഭഗവാനെ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുമായിരുന്നു അങ്ങേ ഒന്ന് കാണണം, എനിക്കൊരു സംശയമുണ്ടായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും അങ്ങക്ക് എന്തോ എന്നോട് ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം, അതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ലോകത്ത് ആർക്കും കിട്ടാത്തൊരു വരം എനിക്കുണ്ട്, സ്വച്ഛന്ത മൃത്യുവാണ്. സ്വയം ഞാൻ എപ്പം മരിക്കണമെന്ന് തീരുമാനിക്കുമോ അന്നേരം എനിക്ക് മരിക്കാൻ പറ്റും. മറ്റാർക്കും ഇങ്ങനൊരു വലിയ വരം കിട്ടിയിട്ടില്ല.
പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വലിയ ഗുണമുള്ള ആളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, പക്ഷേ ഇതാ ഇങ്ങനെ ഇത്രയും ദിവസം ഞാൻ എത്ര ദിവസം കൊണ്ട് ഈ ശരങ്ങളുടെ വേദന കൊണ്ട് ഞാൻ കിടന്ന് പ്രയാസപ്പെടുവാണെന്ന് അറിയാം. എൻ്റെ മനസ്സിൽ അങ്ങോട്ട് തോന്നുന്നില്ല അങ്ങ് മരിക്കണം. അതെന്താ ഭഗവാനെ ഞാൻ ഇത്രയും വേദന അനുഭവിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നൊരു മറുപടിയുണ്ട് ജീവിതത്തിൽ. അങ്ങ് ലോകത്തെ ഏറ്റവും വലിയ ശക്തനാണ്. ഇന്ന് ഈ കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും വലിയ ശക്തനാണ് അങ്ങ്. കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ കയ്യിൽ ആയുധം എടുക്കില്ലെന്ന് ശപഥം ചെയ്ത ഒരാളാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനായിരിക്കുന്ന ഞാൻ. എൻ്റെ തീരുമാനത്തിൽ ലോകത്ത് ആർക്കും മാറ്റാൻ സാധിക്കും. പക്ഷേ എന്നെ കൊണ്ടുപോലും അങ്ങ് ആയുധമെടുപ്പിച്ചു. അതിനുള്ള കഴിവ് അങ്ങേക്കുണ്ടായി. അവസാന നിമിഷം ഞാൻ യുദ്ധം ചെയ്ത് അർജുനന് നിത്യക്കണ്ണമില്ലാതെ വന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ തന്നെ എന്ത് ചെയ്തു? തൻ്റെ രഥത്തിൻ്റെ ചക്രമെടുത്ത് സുദർശനമാക്കി മാറ്റിയപ്പോൾ ഭീഷ്മർ ആയുധം കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിൽ വെച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ തോറ്റുപോയി. കാരണം എന്താണ്? ഭക്തന്റെ മുമ്പിൽ അങ്ങ് മത്സരിക്കരുത്, ഭക്തനെ ജയിക്കൂ. അതൊന്നുകൂടെ അങ്ങയെ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചാലും അങ്ങയെ കൊണ്ട് ആയുധം എടുപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അത്ര കണ്ട് കഴിവുള്ള ആളാണ് ഭീഷ്മർ. ഭീഷ്മരുടെ ഗുരുനാഥൻ ആരാണ്? ഭീഷ്മരുടെ ഗുരുനാഥൻ ആരാണ്? പറയണം. തെറ്റിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. ഇവിടെ വിശന്നിരിക്കുമ്പോഴാ ഇനിയും ഗുരുനാഥൻ. എന്തോ ഒരു ക്ലൂ തരാം. കർണൻ്റെയും ഗുരുനാഥൻ്റെയാണ്. നമ്മുടെ കേരളത്തിലുള്ളവർ മാത്രം അത് മറക്കരുതാത്ത. വേറെ ആര് മറന്നാലും കേരളത്തിലുള്ളവർ അത് മറക്കരുത്. പരശുരാമൻ. അപ്പം അങ്ങനെ ഭീഷ്മരുടെ ഗുരുനാഥനാണ് പരശുരാമൻ. ഈ പരശുരാമനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് ഇവർ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. അംബാംബിക അംബാലികയുടെ പേരിൽ ഒരു ചെറിയ തർക്കമുണ്ട്. അപ്പോൾ തർക്കം വന്ന സമയത്ത് ഇവർ തമ്മിൽ യുദ്ധം ചെയ്ത് പരശുരാമനെ പോലും തോൽപ്പിച്ച ആളാണ്. അപ്പോൾ കഴിവില്ലാത്ത ആളല്ല, യോഗ്യതയില്ലാത്ത ആളല്ല, ലോകത്താർക്കും കിട്ടാത്ത ഒരുപാട് ഗുണങ്ങളും കഴിവുകളുമുള്ള ആളാണ്. ഒരു രാജ്യസദസ്സിൽ വെച്ച് തൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ തമ്മിൽ മത്സരിച്ച് അങ്ങയുടെ തന്നെ ഒരു കൊച്ചുമകളാകാൻ പ്രായമുള്ള പാഞ്ചാലിയെ രാജ്യസദസ്സിൽ വെച്ച് സഹോദരങ്ങളായിട്ടുള്ളവർ തന്നെ, അതും ഋതുമതിയായിരിക്കുന്ന അവസ്ഥയിലെ പാഞ്ചാലിയെ പൊതുസഭയിൽ വെച്ചിട്ട് വസ്ത്രാക്ഷേപം ചെയ്യാനായിട്ട് അങ്ങയുടെ കൊച്ചുമക്കൾക്ക് തുല്യരായിരിക്കുന്നു. അങ്ങേക്ക് കൊച്ചുമക്കൾ തന്നെയാണത്. അവരിവിടെ വന്ന് ശ്രമിച്ച സമയത്ത് ആ സദസ്സിലുണ്ടായിരുന്ന അങ്ങ് മുഖം പൊത്തുകയായിരുന്നു. എന്തുകൊണ്ട് അങ്ങ് ഒരു വാക്ക് പറഞ്ഞില്ല? അത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അത് രണ്ടാമത്തെ വിഷയം. ഒരു തെറ്റ് കണ്ടാൽ നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അങ്ങേക്ക് പറയാം. അങ്ങ് ധൈര്യപൂർവ്വം ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ സദസ്സിൽ ഒരുത്തനും അനങ്ങത്തില്ലായിരുന്നു. ഈ പാഞ്ചാലിയുടെ, ഈ ദ്രൗപദിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മർ അവിടെ നിന്നൊന്ന് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരുത്തനും അവിടെ വന്ന് തൊടില്ലായിരുന്നു ആ സ്ത്രീയുടെ ദേഹത്ത്. സ്വന്തം സഹോദരിയാണതെന്ന് ആലോചിക്കണം, സഹോദര തുല്യായിരിക്കുന്ന ആളാണെന്ന് ആലോചിക്കണം, പൊതുസഭയാണെന്ന് ആലോചിക്കണം. അവൾ ഏറ്റവും കൂടുതൽ ആദരവ് കിട്ടേണ്ട സമയമായിരിക്കുന്ന ഒരു സ്ത്രീ, ഏറ്റവും ദുർബലയായിരിക്കുന്ന സമയമായിരിക്കുന്ന, ഋതുമതിയായിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു സ്ത്രീ എന്ന് ആലോചിക്കണം. അന്തഃപുരത്തിന് വെളിയിൽ പോലും ഇറങ്ങാതെ നിൽക്കുന്ന സമയമാണ് എന്ന് ചിന്തിക്കണം. ദുർബലയായിരിക്കുന്ന ഒരു സ്ത്രീയെ സദസ്സിൽ വെച്ച് അതും വസ്ത്രാക്ഷേപം ചെയ്യുവാൻ ഒരു സ്ത്രീക്ക് ഏറ്റവും വിലയുള്ളത് അവളുടെ മാനമാണ്. ഏറ്റവും വിലയുള്ള അവളുടെ മാനത്തെ കളയാൻ വേണ്ടിയിട്ട് അങ്ങയുടെ കൊച്ചുമക്കൾക്ക് തുല്യരായിരിക്കുന്നവർ ഇറങ്ങിയ സമയത്ത് കയ്യിൽ ആയുധമെടുക്കാൻ അങ്ങ് ഇറങ്ങിയിരുന്നുവെങ്കിൽ അങ്ങയോടൊപ്പം നിൽക്കുമായിരുന്നു ഈ ലോകം മുഴുവൻ. തെറ്റ് ചെയ്തപ്പോൾ ആ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത്
ആ തെറ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്ന് ആലോചിക്കണം. അതൊരു മൗനാനുവാദമാണെന്ന് ചിന്തിക്കണം. കഴിവുള്ളവനാണ് അങ്ങ്, ആ കഴിവുള്ളവനായിരിക്കുന്ന അങ്ങ് മിണ്ടാതിരിക്കുന്നത് തെറ്റാണെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ആ ചെറിയ തെറ്റാണ് ചെയ്തത്, പക്ഷേ ആ തെറ്റിനുള്ള ശിക്ഷയാണ് ഈ വേദനയെന്ന് ഓർത്തോളൂ. അതുകൊണ്ടാണ് ഇരുന്ന് ഉറങ്ങുമ്പോൾ ഞാൻ പറയുന്നത്, യജ്ഞശാല ഇരുന്ന് ഉറങ്ങുമ്പോൾ ഉറങ്ങരുത്. യജ്ഞശാല അതിനുള്ള അല്ല. അപ്പം പറയുന്നത്, നാളെ ഞാൻ പോയിരുന്ന വേദനകളൊന്നും കാര്യമില്ല, പക്ഷേ പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. കേട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കണം, 7 പേര് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റപ്പെടണം. ഈ 7 പേരിൽ ഒരാളെയെങ്കിലും നിങ്ങൾ കളയണം. ഈ 7 പേരും ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊരാളെയെങ്കിലും നമുക്ക് വേണ്ട എന്ന് വെക്കാൻ സാധിക്കും. ഏതൊക്കെയായിരുന്നു 7 പേര്? പ്രശ്നവാദി, ഗുരുർ, മൗനി, കിമേക, സ്തംഭമൂലകെ, പ്രേക്ഷകോ, ബാണഹ, സത്തൈജേ, സജീവാധമ. ഈ 7 പേരിൽ ആരെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ കാര്യം പോക്കും. ഒരാളെങ്കിലും ഉണ്ടായാൽ മതി, നമ്മളുടെ കാര്യം പോക്കും. ഈ 7 പേരെ നമുക്കറിയാമല്ലോ അല്ലേ? നമുക്കറിയാവുന്നവരുണ്ട്, നമ്മളിലുള്ളവരുണ്ട്, നമ്മളോടൊപ്പം എന്നും ഉള്ളവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ 7 പേരിൽ ആരെയെങ്കിലും കളയാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തൊരു പുണ്യമാണ്. അത് തീരുമാനമെടുക്കണം. നമ്മൾ എടുക്കുന്ന തീരുമാനം ശക്തമായിരിക്കണം, എടുക്കുന്ന തീരുമാനം വ്യക്തമായിരിക്കണം, എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കിയിരിക്കണം. അതിനകത്തിൽ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് നമ്മളുടെ മാത്രം കാര്യമാണ്. അതിനകത്തിൽ മറ്റാരെയും നമ്മൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മളുടെ തീരുമാനം കൃത്യമായി നമ്മൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നടപ്പിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സാധിക്കണം. അപ്പം അതിനുള്ളതാകണം നമ്മളുടെ ഓരോ കാര്യങ്ങളുമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് മാറ്റപ്പെടണം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് വിഷുവാണ്, പുതുവർഷമാണ് നമുക്കിന്ന് ആരംഭിക്കുന്നത്. ഈ പുതുവർഷം നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തുടക്കങ്ങൾക്ക് കാരണമാണ്. സാധാരണ നമ്മൾ ഡിസംബർ 31-ാം തീയതി ഒരുപാട് തീരുമാനം എടുക്കുന്നു. നാളെ മുതൽ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, നാളെ മുതൽ ഞാൻ കള്ളം പറയില്ല എന്നും തീരുമാനിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പല തീരുമാനങ്ങൾ 31-ാം തീയതി എടുക്കും, 1-ാം തീയതി നമ്മളത് വേണ്ടാന്ന് നോക്കും. പക്ഷേ അങ്ങനെയല്ല. ഈ വിഷുവിൻ്റെ അന്ന് മുതൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലോകത്തിന് ഗുണമുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് പ്രകൃതിയാണ് എന്നുള്ളതാണ്. മറ്റെല്ലാം നമ്മൾ കളയും. നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ വില നമ്മൾ കൊടുക്കണം നമ്മളുടെ പ്രകൃതിയെ. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ നമ്മളുടെ പ്രകൃതിയെ നമ്മൾ നോക്കണം. ഇത് വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഓരോ സമയത്ത് നമ്മൾ കൂടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും വടക്കോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഞങ്ങൾ ഈ അടുത്ത 2 ദിവസം മുമ്പാണ് ഇടുക്കിയിൽ സന്യാസിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സപ്താഹം കഴിഞ്ഞത്. അവിടെ എല്ലാവരുടെയും കൃഷികളെല്ലാം നശിച്ചു. ഒരു നിശ്ചിത ഡിഗ്രിക്ക് താഴെ മേളിലേക്ക് ചൂടായി കഴിഞ്ഞാൽ അവിടെ ഏലവും അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ്. ഇതെല്ലാം നശിച്ചു. വെള്ളം, അമ്പലത്തിൽ പോലും വെള്ളമില്ലായിരുന്നു. വെള്ളമൊക്കെ അവർ കൊണ്ടുവരികയാണ്. കുടിക്കാൻ പോലും വെള്ളമില്ല. അതും വലിയ ഒരു 5 ഏക്കർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഏക്കർ, കുറേ കഴിഞ്ഞിട്ടാണ് അടുത്ത വീട്. വെള്ളമൊക്കെ കൊണ്ടു ചെല്ലണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏറ്റവും വലിയ കുഴിയിൽ കൊണ്ടു ചെല്ലണം, അല്ലെങ്കിൽ ഏറ്റവും മലയുടെ മുകളിൽ കൊണ്ടുപോകണം. കുടിക്കാൻ വെള്ളമില്ല, നിത്യ ഉപയോഗത്തിന് വേണ്ടിയിട്ട് വെള്ളമില്ല. നമുക്കൊന്ന് ആലോചിക്കണം, ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം നമുക്ക് ആവശ്യമാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മളുടെ ഉപയോഗ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം നമുക്ക് ആവശ്യമാണ്. വെള്ളവും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള, സാമൂഹികമായിരിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകപ്പെടുന്നതിൻ്റെ കാരണം പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നത് തന്നെ. അപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കാൻ ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ ഒരു തീരുമാനമെങ്കിലും എടുത്താൽ മതി. പ്രകൃതിയെ കഴിയുന്നതും നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിലേക്ക് പ്രകൃതിയെ നിലനിർത്താൻ, പ്രകൃതിയുടെ ഒരു ആവാസ വ്യവസ്ഥയെ മാറ്റപ്പെടുവാൻ നമുക്ക് സാധിക്കില്ല. നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു രൂപമുണ്ട്.
അവരെ ആ വിധത്തിൽ കാണാനാകണം നമുക്ക് സാധിക്കുന്നത്. അല്ലാതെ അവരെ ഇപ്പോഴത്തെ പോലെ ഏതെങ്കിലും വിധത്തിലുള്ള രീതിയിൽ രൂപഭംഗികൾ ഉണ്ടാക്കാനോ അതൊക്കെ ചെയ്യുന്നതൊന്നും എന്നതുപോലെയാണ് പ്രകൃതിയെ നമ്മൾ മറ്റൊരു തരത്തിലേക്കാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ അറിഞ്ഞോളാം. അപ്പോൾ പ്രകൃതിയെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പൂജിക്കുക. നാരായണീയത്തിൻ്റെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടോ? ഉണ്ടോ? കുളത്തൂർ ശ്രീ ജഗദംബിക നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം ഇപ്പോൾ ആരംഭിക്കും. ആ അമ്മമാർക്കെല്ലാം എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും നാരായണീയ പുസ്തകം കയ്യിലുണ്ടെങ്കിൽ അതും എടുത്തോണം. നാരായണീയ പാരായണം നടക്കുന്ന സമയത്ത് നിങ്ങൾ അതുകൂടെ പാരായണം ചെയ്യണം. കാരണം നാരായണീയം എന്ന് പറയുന്നത് മറ്റൊരു വലിയ മരുന്നാണ്. ഒരു വലിയ മരുന്ന് തന്നെയാണ് നാരായണീയം. ജീവിതത്തിൽ നിങ്ങൾക്ക് നിത്യവും ഉപയോഗിക്കാവുന്ന പോഷകസമൃദ്ധമായിരിക്കുന്ന ഒരു മരുന്നാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കണം, നന്നായിട്ട് അതിനെ കാണണം, കേൾക്കണം, ഉൾക്കൊള്ളണം. അതിനൊക്കെ സാധിക്കുന്ന ഒന്നാണ് നാരായണീയം. ഹരിദാസ് വൃന്ദാവനം സത്പക്കാവ് വായ്പൂരാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധികളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നദാനത്തിനുള്ള ഭക്ഷണം യജ്ഞശാലയിൽ വിളമ്പേണ്ടതാണ്. സാധാരണ യജ്ഞപ്രസാദം നമ്മൾ അന്നദാനം എന്ന് പറയുമ്പോൾ യജ്ഞത്തിൻ്റെ അന്നദാനമല്ല, അന്നപ്രസാദമാണ്. ഭഗവാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ് പ്രസാദമാകുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ആദ്യം കൊണ്ടുപോയി വിളമ്പിയിട്ട് അത് എല്ലാവരും കൂടി നാമം ജപിച്ചതിന് ശേഷമാണ് ഭക്ഷണം അവിടെ വിളമ്പേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് വിളമ്പേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും കൂടി ദാരിദ്ര്യ ദഹന സ്തോത്രം നമുക്ക് ജപിക്കാം എല്ലാവർക്കും. വിശ്വേശ്വരായ, എനിക്ക് തോന്നുന്നു ഭഗവാനാണെന്ന് തോന്നുന്നു പറഞ്ഞത് ഈ നാമമൊക്കെ ജപിക്കുന്നത് തൊഴുതുകൊണ്ടിരുന്ന് ജപിച്ചാൽ നല്ലതായിരിക്കും ഇവിടാണ്. എന്നോടാണെന്ന് തോന്നുന്നു പറഞ്ഞു. നിങ്ങളെ ആരെ ഉദ്ദേശമല്ല, ഞാൻ ഇങ്ങനെ ജപിക്കുന്നുണ്ടോ ഭഗവാൻ എന്നോട് പറഞ്ഞടാ തൊഴുതുകൊണ്ട് ജപിക്കടാ. എന്നിട്ട് ഇന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ കൈയൊക്കെ കെട്ടിയിരുന്ന് നാമം ജപിക്കും, അത് പൈശാചികമാണെന്ന്. കൈ വീശിയിരുന്ന് നാമം ജപിക്കുന്നത് രാക്ഷസീയമാണെന്ന്. തൊഴുത് നാമം ജപിക്കുന്നത് ദൈവീകമാണ്. വായ്പൂരുകാരെ പറ്റിയേ അല്ല ഇന്ന് പ്രത്യേകം ഭഗവാൻ പറയാൻ പറഞ്ഞു. വിശ്വേശ്വരായ നരകാർണവതാരണായ കർണാമൃതായ ശശിശേഖരധാരണായ കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഗൗരീപ്രിയായ രജനീശകലാധരായ കാലാന്തകായ ഭുജഗാധിപകങ്കണായ ഗംഗാധരായ ഗജരാജവിമർദ്ദനായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ ഭക്തപ്രിയായ ഭവരോഗഭയാപഹായ ഭവരോഗഭയാപഹായ ഉഗ്രായ ദുഃഖഭവസാഗരതാരണായ ദുഃഖഭവസാഗരതാരണായ ജ്യോതിർമയായ ഗുണനാമസുകൃത്യകായ
ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മ വിലേപനായ ഭാലേക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ചർമാംബരായ ശവഭസ്മ വിലേപനായ ഭാലേക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ മഞ്ജീരപാദയുഗളായ ജടാധരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. പഞ്ചാനനായ ഫണിരാജവിഭൂഷണായ ഹേമാംശുകായ ഭുവനത്രയമണ്ഡിതായ ആനന്ദഭൂതിവരദായ തമോമയായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. ഭാനുപ്രിയായ ഭവസാഗരതാരണായ കാലാന്തകായ കമലാസനപൂജിതായ നേത്രത്രയായ ശുഭലക്ഷണലക്ഷിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. രാമപ്രിയായ രഘുനാഥവരപ്രദായ നാഗപ്രിയായ നരകാർണവതാരണായ പുണ്യേഷു പുണ്യഭരിതായ സുരാർച്ചിതായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. മുക്തേശ്വരായ ഫലദായ ഗണേശ്വരായ ഗീതപ്രിയായ വൃഷഭേശ്വരവാഹനായ മാതംഗചർമ്മവസനായ മഹേശ്വരായ ദാരിദ്ര്യ ദുഃഖദഹനായ നമഃ ശിവായ. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കാർക്കും ഒരു വിധത്തിലുള്ള ദാരിദ്ര്യങ്ങളും ഉണ്ടാകരുത്. സമ്പത്തല്ല നമുക്ക് വേണ്ടത്, സമൃദ്ധിയാണ് നമുക്ക് വേണ്ടത്. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഗുണങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗദീശ്വരൻ നമുക്കെല്ലാവർക്കും നൽകട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമ്മളുടെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും നമ്മളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ, നൽകുവാനുള്ളതാകട്ടെ. നമ്മളുടെ ഓരോ കടമകളും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കർമ്മങ്ങളുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്നവും വസ്ത്രവും എല്ലാം മുട്ടാതെ നമുക്ക് എല്ലാം തന്ന് രക്ഷിക്കുന്നത് ആരാണ്? ഒരേ ഒരു ഈശ്വരനാണ്. ആ ഈശ്വരനെ മറക്കാതെ, ഈശ്വരീയതയെ മറക്കാതെ ഗുണകരമാകുന്ന തലങ്ങളിലേക്ക് മാറുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് ലളിതാ സഹസ്രനാമ ജപമുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും പങ്കെടുക്കണം. എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഗുണങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗദീശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണീയ ജപം നാരായണീയം ആരംഭിക്കുകയാണ്. കുളത്തൂർ ശ്രീ ജഗദംബിക നാരായണീയ സമിതിയുടെ നേതൃത്വത്തിൽ
ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നമ്മളുടെ ഈ യജ്ഞം എല്ലാ ദിവസത്തെയും നമ്മളുടെ യജ്ഞത്തിലെ വിശേഷമായിരിക്കുന്ന എല്ലാ ചടങ്ങുകളും ലൈവായിട്ട് പ്രോഗ്രാമുകൾ പോകുന്നുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ജനങ്ങൾ കാണുന്നുണ്ട്, അതിനെ അറിയുന്നുണ്ട്. അന്യനാടുകളിൽ നിന്ന് പോലും ഒരു ദിവസം ഏകദേശം 5000-ൽ മേൽ ആൾക്കാർ നമ്മളുടെ പ്രോഗ്രാമുകൾ ഈ യജ്ഞം കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മംഗളമായ വിധത്തിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുവാൻ നല്ലവരായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണീയം ആരംഭിക്കുകയാണ്. ഏറ്റവും വലിയൊരു സന്തോഷം, ഇവിടെ 3-4 കുഞ്ഞുങ്ങൾ വന്ന് ഭാഗവതം കൊണ്ടിരിക്കുന്നതാണ്. അത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് അന്തസ്സായി പറയാം, നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഒരാളെങ്കിലും ഉള്ളെങ്കിലും അത് നമുക്ക് സന്തോഷവും അന്തസ്സുമാണ്. അങ്ങനെ വന്നിരിക്കാൻ കഴിയുന്നുവെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് മൊബൈലിൽ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ മുഴുവൻ. നമ്മൾ വീട്ടിൽ മൊബൈലെടുത്ത് കൊടുത്തിട്ട് നീ വിട്ടിരുന്നു, ഞങ്ങൾ പോയി ഉണ്ടിട്ട് വരാം എന്ന് പറയുന്നവരാണ് നമ്മൾ. ഇത് കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ ആ സ്ഥാനത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരുന്ന് ഭാഗവതവുമായി ഇവിടെ വന്നിരിക്കുന്നത് നമുക്കൊരു അന്തസ്സ് തന്നെയാണ്, ഈ നാടിനൊരു അന്തസ്സ് തന്നെയാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ എല്ലാവരെയും നമസ്കരിക്കുന്നു. നിങ്ങൾക്ക് നന്മകളുണ്ടാകട്ടെ, നല്ലതുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.